Good evening, kiddos. Good evening. Good Good evening. evening. Good evening, all. Good evening. Good evening. Good evening, ma'am. Good evening, Miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, Jerry. Okay. Prayer. നിങ്ങളുടെ മെസ്സേജ് വായിക്കായിരുന്നു ഞാൻ ചാറ്റ് ബോക്സിൽ കിടക്കുന്നത്. പ്രയർ ചെയ്തോളൂ പ്ലീസ്. Good evening. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. സോ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നോർമൽ ക്ലാസ്സിൽ വരാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഓർ എൽസ് വി ക്യാൻ ഷെയർ ആഫ്റ്റർ ദ ക്ലാസ്. ഓക്കെ. സോ ആതിര മിസ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നു. അപർണ മിസ് നോർമലൈസേഷൻ ഡീവിയേഷൻ എടുത്തിരുന്നോ? റിവിഷൻ പോലെ? ഇല്ല മാം, റിവിഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. മാമിന് സമയം ഉണ്ടായിരുന്നില്ല, എമർജൻസി ഒക്കെ വന്നില്ലേ. ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിലേക്ക് പോവാണ്. ത്രൂ ഔട്ട് ഈ കണ്ടന്റ് PDF നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളൊരു കാര്യം കാണില്ലായിരിക്കും. മറിയ മോണ്ടിസോറിയുടെ ആസ് പെർ മറിയ മോണ്ടിസോറിയുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ പൊതുവെ എല്ലാ ബാച്ചിനും ഞാൻ കൊടുക്കാറുണ്ട്. ഈവൻ നോർമലൈസേഷൻ ഞാൻ എടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കും വരും. നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്സ്, ടോപ്പ് ഇൻ എവറിഥിങ്, അങ്ങനെയല്ല. ഇറ്റ്സ് ലൈക്ക് പ്രൊഡക്റ്റീവ്. അതാണ് നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൻ അവന്റെ കാര്യങ്ങൾ തന്നെത്താനെ ചെയ്യുന്നു, വിത്തൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ്, വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ സറൗണ്ടിങ്സ്. അതാണ് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു പർപ്പസും അത് തന്നെയാണ്, അല്ലെ? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കള് പുറത്തിറങ്ങുക, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ, ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതായത് കുറെ കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഹ്യൂമൻ കൈൻഡ്, അതായത് ഒരു കൈൻഡ്നെസ്,
കമ്പാഷൻ, എംപതി, അങ്ങനെയെല്ലാം അവർക്ക് തോന്നണം. ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ കുട്ടികൾ പോകുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഈ പോസിറ്റീവ് ഫാക്ടേഴ്സ്, ഈ പോസിറ്റീവ് ന്യൂട്രിയൻസ് എല്ലാം നിറയും. അത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അത് നിറയുന്നത്. അപ്പൊ അവർക്ക് പരസ്പരം സ്നേഹം, പരസ്പരം റെസ്പെക്ട്, ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അങ്ങനെയാണ് കുട്ടികൾ നോർമലൈസ്ഡ് ആകുന്നത്. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ പറ്റിയും പറയുന്നുണ്ട്. കുട്ടികൾ ആദ്യം ഈ എൻവയോൺമെന്റിൽ വരുമ്പോൾ നോർമലൈസ്ഡ് ആയിരിക്കണം എന്നില്ല. പല ഡീവിയേഷൻസ് ഉണ്ടാകാം, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പൊ അതെല്ലാം ഈ ഒരു എൻവയോൺമെന്റിലൂടെ ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് ഇവര് നോർമലൈസ്ഡ് എന്നുള്ള ഇതിലേക്ക് മാറുന്നത്. ഡീവിയേഷനിൽ അവർക്ക് സംഭവിച്ച ചെറിയൊരു ഡീവിയേഷനാണ്, അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആ ഒരു എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ അവര് നോർമലൈസ്ഡ് ആകും. ഈ നോർമലൈസ്ഡ് ആൻഡ് ഡീവിയേഷനില് കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഒരു ടാസ്ക് അവർ ചെയ്യുമ്പോൾ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ കുറച്ച് സമയം ഇരുന്ന് അവർ ചെയ്യുവാണെങ്കിൽ അതിൽ വളരെയധികം കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു. നോർമലൈസ്ഡ് കിഡിന്റെ ഒരു ഫീച്ചർ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കുന്നു ആ ഒരു കോൺസെൻട്രേഷനിൽ. അവര് ഡീവിയേറ്റഡ് ആകുന്നില്ല. പുറത്തു നിന്നും കേൾക്കുന്ന ശബ്ദങ്ങളോ ഒന്നും അവരെ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അവരുടെ കോൺസെൻട്രേഷൻ ലെവല് ഇനീഷ്യലി ചിലപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷെ ഓരോ ടൈം കഴിയുന്തോറും അവരുടെ കോൺസെൻട്രേഷൻ ലെവല് കൂടി കൂടി വരുന്നു. അതാണ് നോർമലൈസേഷനിൽ സംഭവിക്കുന്നത്. ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് നോർമലായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നോർമലായിട്ട് പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോഴാണ് കുട്ടി നോർമലൈസേഷൻ എന്നൊരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അപ്പൊ ഡീവിയേഷനിൽ നമുക്ക് കാണാം, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഡീവിയേഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലേസി ആയിട്ട്, സ്ലീപ്പി ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, അനങ്ങില്ല, മിണ്ടില്ല, അത് അങ്ങനെയുള്ള കുട്ടികളും, അങ്ങനെ എല്ലാ രീതിയിലും ഡീവിയേറ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളെല്ലാം ഈ ഒരു ഡീവിയേഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, നോർമലൈസ്ഡ് കുട്ടികളുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അവർക്ക് ഒരു ഓർഡർ ഉണ്ടായിരിക്കും, അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അവരുടെ ഇന്റലിജൻസ്, ഒരു കീൻ ഇൻസൈറ്റ് ആയിരിക്കും, അക്യുമെൻ, അല്ലെ, ഒരു കീൻ ഇൻസൈറ്റ് ആണ് അവർക്കുള്ളത്. ഇന്റലിജൻസ് വിത്ത് കീൻ ഇൻസൈറ്റ്. അവരുടെ ബുദ്ധി അതുപോലെ ഡെവലപ്പ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഓർഡറിലായിരിക്കും. പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ലവ് ഓഫ് വർക്ക്. ഏത് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും അത് അവരുടെ പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ സെൽഫ് എക്സ്പ്രഷൻ, ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കുട്ടിയെ തടസ്സം ചെയ്യുന്നില്ല. മോണ്ടിസോറി എൻവയോൺമെന്റിൽ തടസ്സപ്പെടുത്തുന്നില്ല. അതായത് ചെയ്യരുത്, അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇല്ല. അപ്പൊ അവന്റെ വരുന്ന ക്രിയേറ്റിവിറ്റിയും എക്സ്പ്രഷനും ഇമാജിനേഷനും എല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നു, എല്ലാം പുറത്തേക്ക് കാണിക്കുന്നു. അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ നോർമലൈസേഷനിലേക്ക് നമുക്ക് ഡീവിയേറ്റഡ് കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ അവരെ ഈ ഒരു എൻവയോൺമെന്റിലൂടെ കൊണ്ടുപോകണം. പിന്നെ പലപ്പോഴും അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ആയിട്ട്, സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും ഈ ഒരു കോൺസെൻട്രേഷൻ അവരിൽ വരുന്നത്. ഇനീഷ്യലി കൊടുക്കുമ്പോൾ നമ്മള് പറഞ്ഞിരുന്നു, കാസാടി ബാമ്പിനി ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതൊരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബിങ് ക്യാരക്ടർ, ഡിസ്ട്രോയിങ് നേച്ചർ, ഭയങ്കര അൺഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അഗ്രസീവ്നെസ് കാണിച്ചിരുന്നു, വയലന്റ് നേച്ചർ ആയിരുന്നു. ഈ കുട്ടികളെല്ലാം ഡീവിയേറ്റഡ് ആയിട്ടാണ് ആ എൻവയോൺമെന്റിലേക്ക് വരുന്നത്. അവരെ ത്രൂ സർട്ടൻ ആക്ടിവിറ്റീസ് കൂടിയാണ് അവർ നോർമലൈസ്ഡ് ആകുന്നത്. അത് ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് നടന്ന കാര്യമില്ല, മാസങ്ങൾ എടുത്തു അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓർത്തു നോക്കുക, അത്രത്തോളം ക്ഷമ മറിയ മോണ്ടിസോറി കാണിച്ചിരുന്നു. കാരണം അവർക്കറിയാം ഔട്ട്കം ശരിയാകും, കാരണം അതിനനുസരിച്ചാണ് അവര് ആക്ടിവിറ്റീസും മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തത്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എപ്പോഴും റിയാലിറ്റിയുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അവര് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവര് അത് അനലൈസ് ചെയ്യും. ആ ഇൻഫർമേഷൻസ് അവര് അനലൈസ് ചെയ്ത് മനസ്സിലാക്കും. നോളജ് ആയിട്ട് എക്സ്റ്റേണൽ വേൾഡിനെ കുറിച്ചെല്ലാം മനസ്സിലാക്കും. അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പിന്നെ അവരുടെ ഇമാജിനേഷൻ, കിട്ടുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ മെന്റൽ ഇമേജ് ആയിട്ട് നടക്കും. എക്സാമിനൊന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. ഞാനത് എന്താണ് നോർമലൈസ്ഡ് കിഡ്സ് എങ്ങനെയാണെന്നൊന്ന് പറയുവാണ് കേട്ടോ.
പിന്നെ അവർക്ക് സൈലൻസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. സൈലൻസ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോൺലിനെസ് എന്നുള്ളതല്ല. കാരണം ഇതിനൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഈ സൈലൻസ് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി ചില ആക്ടിവിറ്റി ഒക്കെ ചെയ്യിക്കുമായിരുന്നു. സൈലന്റ് ഗെയിം എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. പിന്നെ ഓക്കെ, പിന്നെ അവരെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് റിയൽ ചോയ്സിൽ നിന്നായിരിക്കും. ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമായിരിക്കില്ല അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ആക്ഷൻസ് എല്ലാം റിയൽ ചോയ്സസ് ആയിരിക്കും. വെറുതെ ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമല്ല അവർ കാര്യങ്ങൾ. എന്നിട്ട് നമുക്കറിയാം കുറെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അവരുടെ ചോയ്സ് ആണ്. അവർക്കത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കും. സുമയ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? വാട്ട് എവർ ഇറ്റ്സ് വെരി ക്യൂട്ട് കുട്ടിയാന്ന് തോന്നുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? താങ്ക് യു. ഒബീഡിയൻസ്, സെൽഫ് ഡിസിപ്ലിൻ, ഇതെല്ലാം നോർമലൈസേഷൻ ആകുമ്പോൾ അവരിൽ തന്നെ വരുന്ന കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ മ്യൂച്വലി അവർ തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നു, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുന്നു, സറൗണ്ടിങ്സിനെ അവർ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ വരുന്നത്. നമുക്കറിയാം കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഫ്രീഡം കൊടുക്കുമ്പോൾ പടിപടിയായിട്ടാണ് ഓരോ ക്വാളിറ്റീസ് വരുന്നത്. അവർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ, ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അടങ്ങിയിരുന്ന് മിണ്ടാതിരുന്ന് അവർ ആക്ടിവിറ്റി ചെയ്യും. അപ്പൊ അവരുടെ കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ ഇത് ഡെവലപ്പ് ചെയ്യും. ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അവര് നല്ല ഡിസിപ്ലിനിലിരിക്കുന്നതായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവരുടെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഡിസിപ്ലിൻ, ഒരു ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ആ ഫ്രീഡം കൊടുത്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ആണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സെൽഫ് ഡിസിപ്ലിൻ. ഇനി നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരിൽ ഒബീഡിയൻസ് വരുന്നു. നമ്മളാണല്ലോ അവർക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തത്. സാധാരണ കുട്ടികൾ വീട്ടില് ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അച്ഛൻ ആ ഒരു ഫ്രീഡം കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനെ അവർക്കൊരു ഫ്രീഡം കൊടുത്ത് അവരുടെ ഇഷ്ടത്തിന് ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളിൽ ഒബീഡിയൻസ് തന്നെ ജനറേറ്റ് ചെയ്യും. സോ റിസൾട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ജോയ് അവരുടെ ഫേസസിലൊക്കെ ഭയങ്കര ഒരു തിളക്കുണ്ട്. നെക്സ്റ്റ് ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഡെവലപ്മെന്റ് പ്രോപ്പറായി നടക്കാത്ത കുട്ടികളാണ് ഡീവിയേറ്റഡ് ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത്. അവരെ നോർമലൈസേഷനിലേക്ക് അവരെ ആക്കിയെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഡിഫറെന്റ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊരു അബ്നോർമൽ ഇതായിരിക്കും. പലപ്പോഴും അവരുടെ ഫിസിക്കൽ ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അൺഫ്രണ്ട്ലി മാനർ ആയിരിക്കും, പ്ലീസിങ് ആയിരിക്കില്ല, ചിലപ്പോ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും, ചിലര് ഒന്നും മിണ്ടില്ല, സ്ലീപ്പി ആയിട്ടിരിക്കും, ലേസി, മടി പിടിച്ച പോലെ ഇരിക്കും. അങ്ങനെയുള്ള കേസസ് ഒക്കെ വരും പലപ്പോഴും. ഇപ്പൊ നോട്ടി ചിൽഡ്രൻ ഉണ്ടാവും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും അങ്ങനെ ഉണ്ടാവും. നോട്ടി ആയിട്ടുള്ള കുട്ടികൾ അവർ സ്ട്രോങ് ആയിരിക്കും, ഭയങ്കരമായിട്ട് വയലന്റ് ബിഹേവിയർ കാണിക്കും. പിന്നെ അങ്ങനെ ആ രീതിയിൽ അവർ കാണിക്കും. അവര് ഫസ്റ്റ് കാറ്റഗറിയാണ് ഡീവിയേറ്റഡിലെ ഫസ്റ്റ് കാറ്റഗറിയാണ്. പലപ്പോഴും ചിലപ്പോ ഒരു ബാഡ് ടെമ്പർ ഒക്കെ വരും, ടാൻട്രംസ് കാണിക്കും, തൊഴിക്കും, കടിക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു വയലന്റ് നേച്ചറൊക്കെ അവർ കാണിക്കും. പിന്നെ അഡൽട്സ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എതിർക്കും, ഡിഫൈ അഡൽട്സിനെ റെസിസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എതിർക്കും. പിന്നെ ചില സമയത്ത് അവർ ഭയങ്കര ഗ്രീഡി ആയിട്ട് ഒരു സെൽഫിഷ് ഇത് കാണിക്കും. പിന്നെ ക്രൂവൽ ആയിട്ട് ചിലപ്പോൾ മറ്റു കുട്ടികളോടോ അനിമൽസിനോടൊക്കെ ഉറുമ്പിനെയൊക്കെ ഇങ്ങനെ ചവിട്ടി അരയ്ക്കും, അല്ലെ, അങ്ങനെ ബട്ടർഫ്ലൈയുടെ ഒക്കെ വിങ്സ് ഇങ്ങനെ പറിച്ചു കളയും. അങ്ങനെയൊക്കെ ചില ക്രൂവൽ ആയിട്ട് പൂച്ചയോ ഒക്കെ കാണുമ്പോൾ അതിനെ കല്ലെടുത്തെറിയോ ഉപദ്രവിക്കുകയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അനിമൽസിനോടും ചെറിയ കുട്ടികളോടും ഒക്കെ ഇവര് ഭയങ്കരമായിട്ട് ആ രീതിയിൽ ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യും. ആക്റ്റീവ് ആണെങ്കിലും ഇവർക്ക് ഇവരുടെ മൂവ്മെന്റിൽ ഇങ്ങനത്തെ ഒരു നേച്ചർ ആയതുകൊണ്ട് ഇവരുടെ മൂവ്മെന്റിലൊക്കെ ആ ഒരു ഭംഗി, ഗ്രേസ്ഫുൾനെസ് ഉണ്ടായിരിക്കില്ല. ഇതാണ് നോട്ടി ചിൽഡ്രൻ ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് വീക്ക് ചിൽഡ്രൻ. ഇങ്ങനെ വീക്ക് ചിൽഡ്രനെ സാധാരണ ആളുകൾ എന്താ പറയാ, ഒരു പാവം കുട്ടി, നല്ല കൊച്ച് എന്ന് വെച്ചാൽ അത് ഒരിടത്ത് അടങ്ങിയിരുന്നോളും, ഒരു ശല്യം ഇല്ലാണ്ടിരിക്കും. അതാണ് ഗുഡ് ചിൽഡ്രൻ എന്നൊരു രീതിയിൽ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡസന്റ് മീൻ ദാറ്റ് അവരെ നോർമലൈസ്ഡ് അല്ല, അവർ ആക്റ്റീവ് അല്ല. അങ്ങനെ മിണ്ടാതെ അടങ്ങിയിരിക്കുമ്പോൾ പറയുന്നത് എന്താ, ഗുഡ് ചിൽഡ്രൻ, നല്ല കുട്ടികൾ എന്നാണ് പൊതുവെ ജനറലി അവരെ പറയുന്നത്. പക്ഷെ അവര് ഡീവിയേറ്റഡ് ആണ്, അവര് ലേസി ആയിരിക്കും,
അവർ പലപ്പോഴും ഈ അഡൽട്സുമായിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്തിരിക്കും. അമ്മയോ അച്ഛനോ ആരാണോ അവരുടെ പുറകിൽ ഇങ്ങനെ മാറില്ല. അതായത് ഡിപ്പെൻഡന്റ് ആയിരിക്കും, വളരെയധികം ഡിപ്പെൻഡന്റ് ആയിരിക്കും. എല്ലാത്തിനും ഒരു പേടിയായിരിക്കും ചില സമയത്ത്. അപ്പൊ ഇങ്ങനെ അവർക്ക് പേടി കാരണം ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കള്ളം പറയാം, ചിലപ്പോ സ്റ്റീൽ ചെയ്യാം, എന്തെങ്കിലും എടുക്കുകയൊക്കെ ചെയ്യാം. അവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, മോസ്റ്റ് പ്രോബബ്ലി അവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അവരും ഡീവിയേറ്റഡ് കിഡ്സിൽ വരുന്നതാണ്. പിന്നെ ബ്രൈറ്റ് ചിൽഡ്രൻ, ഇവര് ബ്രൈറ്റ് ആയിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് ഉണ്ടാവും. അവര് ചിലപ്പോ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ അഗ്രസീവ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ അവര് റിയാലിറ്റിയുമായിട്ട് അത്ര അധികം കണക്റ്റഡ് ആയിരിക്കില്ല. അവരെ നമുക്ക് അവരവരുടെ ഓൺ ഫാന്റസീസ് ക്രിയേറ്റ് ചെയ്ത് അതിലായിരിക്കും അവര് ഇരിക്കുക. ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് അവര് സംടൈംസ് റെസ്റ്റ്ലെസ് ആയിരിക്കും. ബ്രൈറ്റ് ചിൽഡ്രൻ ആയിട്ട് വരും, ബുദ്ധിയുള്ള കുട്ടികളും ഉണ്ടായിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഫാന്റസി വേൾഡിനകത്ത് മാത്രം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ചില കുട്ടികളാണ് അവരിങ്ങനെ വളരുമ്പോൾ അത് സോഷ്യലൈസ് ചെയ്യാതെ അവരുടേതായിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ വായനയിലായിരിക്കും ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായിട്ടായിരിക്കും ഇവർ കൂടുതൽ എന്തെങ്കിലും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അവര് ആദ്യം പറഞ്ഞ നോട്ടികളെ പോലെ ഈ ഫൈറ്റ് ചെയ്യോ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള രീതികളോ അങ്ങനെയൊന്നും അവരിൽ കാണില്ല. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് ഡീവിയേറ്റഡ് കുട്ടികളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൽ പറഞ്ഞ ഗുഡ് ചിൽഡ്രനും ഈ ഒരു ഡീവിയേറ്റഡ് കിഡ്സിൽ വരും. ഇപ്പൊ നോട്ടി, വീക്ക്, ബ്രൈറ്റ് ആ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഡീവിയേറ്റഡ് കുട്ടികളെ നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് ഇനീഷ്യലി ഒരു ട്രഡീഷണൽ ടീച്ചർ ചെയ്യുന്ന പോലെ അവരെ അതിലേക്ക് അട്രാക്ട് ചെയ്യണം. നമ്മൾ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, കുട്ടികളെ അതുമായിട്ട് കണക്ട് ചെയ്യിക്കണം. കാരണം അവർ ഡീവിയേറ്റഡാ, അവർ പെട്ടെന്നൊന്നും ഈ ആക്ടിവിറ്റീസ് ചെയ്യില്ല. ആദ്യം ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് ട്രഡീഷണലി എന്തൊക്കെയാണോ നമ്മൾ അവർക്ക് കൊടുക്കാറ് ആ രീതിയിൽ ചെയ്ത് വേണം അവർ വൺസ് നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ വെറുതെ വിടാം, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അവർക്ക് ആ ഒരു പവർ കിട്ടുന്നു. പിന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, നിങ്ങളുടെ നോട്ട്സ് കാണുമല്ലോ, കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടല്ലല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തത്. അങ്ങനെ ഡീവിയേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഹാർമോണിയസ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ന്യൂ ചിൽഡ്രൻ, അതായത് നോർമലൈസ്ഡ് ആയി അവരപ്പം നോർമലൈസ്ഡ് കാറ്റഗറിയിലേക്ക് അവരെ പിന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇനീഷ്യലി നമ്മൾ ആക്ടിവിറ്റീസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് അവരെ നോർമലൈസ്ഡ് ആക്കി മാറ്റുന്നു. അവരുടെ രീതി മാറും. പുതിയ കുട്ടികളെ പോലെ അവർ വന്നതുപോലെ അല്ല, ഒരു പുതിയൊരു രീതി അവരിൽ വരുമ്പോഴേക്കും അവരെ നോർമലൈസ്ഡ് ആയി അവരെ പിന്നെ നോർമലൈസ്ഡ് കുട്ടികളുടെ ആ ഒരു ഗ്രൂപ്പിൽ പെടുത്തും. പിന്നെ തന്നെ ചൂസ് ചെയ്തിട്ടായിരിക്കും അവർ ആക്ടിവിറ്റി ചെയ്യുന്നത്. പിന്നെ സൈക്കിക് ഫ്യൂഗ് എന്നൊരു കണ്ടീഷൻസ് വരാറുണ്ട് ഈ ഡീവിയേറ്റഡ് കിഡ്സിന്റെ കേസിൽ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ആണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഇറ്റാലിയൻ വേർഡ് ആണ്. റൺ അവേ, ഓടിപ്പോവുക എന്നുള്ളൊരു അർത്ഥം വരുന്ന രീതിയിൽ, ഫൈറ്റ് ഓഫ് ദ മൈൻഡ്. പലപ്പോഴും ഈ ഡീവിയേറ്റഡ് കുട്ടികൾ ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ എന്തെങ്കിലും ഒരു തടസ്സം അവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫാന്റസി വേൾഡിലേക്ക് അങ്ങോട്ട് അതിനുള്ളിലേക്ക് അവർ പോകും. റൺ അവേ, ആ ഒരു രീതിയിൽ അവർ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ്, അവർക്ക് അതായിരിക്കും ഇഷ്ടം. വീട്ടിലിപ്പോ പാരന്റ്സ് തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ, അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലിയാണ്, പാരന്റ്സ് സെപ്പറേറ്റഡ് ആണ്, കുട്ടി കുറച്ച് സമയം ഒരിടത്ത്, കുട്ടി കുറച്ച് സമയം മറ്റേ ആളുടെ അടുത്ത്, അങ്ങനെ അല്ലെങ്കിൽ വേറെ കെയർ ഗീവേഴ്സ് ആരെങ്കിലും കുട്ടിയെ നോക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ പൊതുവെ ഇങ്ങനെ ഒരു സൈക്കിക് ഫ്യൂഗ് എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട്. അതായത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ്. അവരുടെ കോൺഷ്യസ്നെസ് അവർക്ക് താല്പര്യമില്ല റിയാലിറ്റിയിലേക്ക് വരാൻ, കാരണം അവിടെ അവർക്ക് സന്തോഷമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവര് ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള ചാൻസ്. അത് ഒരു വേൾഡ് ദാറ്റ് ഹി ഫൈൻഡ്സ് മോർ പ്രിഫറബിൾ ദാൻ ദ റിയൽ എൻവയോൺമെന്റ്. റിയൽ എൻവയോൺമെന്റിനേക്കാളും കുട്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഫാന്റസിയാണ് ഈ ഒരു ഫാന്റസി വേൾഡ് ആണ്. ആ സൈക്കിക് ഫ്യൂഗ് വരുന്നത് മൈൻഡിന്റെ ഒരു സ്റ്റേറ്റ് ആണ്, ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ആണ്.
നമ്മളുടെ ബോധത്തെ നമ്മളങ്ങ് മാറ്റി നമ്മളൊരു ഡ്രീമിലേക്ക് പോകുന്നു. നമ്മൾ ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്യാറില്ലേ? ഡിഫൻസ് മെക്കാനിസത്തിൽ നിങ്ങൾ പഠിച്ചു. നമുക്കൊരു ടെൻഷൻ വരുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു എക്സാം എഴുതാനായിട്ട്, വലിയ ആൾക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാനായിട്ട് പോവാണ്. എക്സാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര നന്നായില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് വന്നില്ല. സോ നമുക്കൊരു വിഷമായി. അപ്പൊ ആ ഒരു വിഷമത്തിൽ നിന്നും ഒന്ന് റിട്രീവ് ആകാനായിട്ട് നമ്മളൊന്ന് ഒരു ഡേ ഡ്രീം ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫാന്റസിയിലേക്ക് പോകും. നമ്മൾ പഠിച്ചതൊക്കെ തന്നെ വന്നു, ആൻസർ കറക്റ്റ് ആയി, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഒരു ഡിഫൻസ് മെക്കാനിസം പോലെ തന്നെയാണിത് സൈക്കിക് ഫീൽ എന്ന് പറയുന്നത്. കുട്ടിക്കും മനസ്സിലാവില്ല ആ സമയത്ത് ഫാന്റസി ആണോ റിയാലിറ്റി ആണോ എന്ന് മനസ്സിലാകാത്ത രീതിയിൽ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നില്ല. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഒരു ഫാന്റസിയെ കുട്ടി ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ആ ഒരു സൈക്കിക് ഫ്യൂഗ്, അതാണ് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ്. സൈക്കിക് ബാരിയേഴ്സ് നെക്സ്റ്റ്. ഡീവിയേറ്റഡ് കുട്ടികളുടെ ഓരോ രീതികൾ പറയുന്നതാണ്. പുറം ലോകവുമായിട്ടൊരു ബൗണ്ടറി പോലെ വെക്കും, ഒരു ബാരിയർ പോലെ ക്രിയേറ്റ് ചെയ്യുവാണ് കുട്ടി. കാരണം കുട്ടി ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ വീട്ടില് കുട്ടിയെ ട്രീറ്റ് ചെയ്യുവാണ്, ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു, കുട്ടി അവരുടെ അടുത്തേക്ക് പോകില്ല. അവിടെ കുട്ടി ഒരു തടസ്സം പോലെ വെക്കും, ബാരിയേഴ്സ്. ഓക്കെ, അവനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അവനറിയാം ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു മതില് കെട്ടിയതുപോലെ അതാണ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. റിയൽ വേൾഡില് ഒബ്സ്റ്റക്കിൾസ് മാത്രമേ ഉള്ളൂ, അവന് ഹാപ്പിനെസ് ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ സൈക്കിക് ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ടൈമിൽ, അപ്പൊ ഇതെല്ലാം കുഞ്ഞുങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അവരുടെ മൈൻഡിന്റെ ഫൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് ടൈമില് നമ്മളുടെ ഒരു ഇടപെടൽ, ശരിയായ രീതിയിലുള്ള ഒരു ഹെൽപ്പ് അവന് കിട്ടിയില്ലെങ്കിൽ പേഴ്സണാലിറ്റി മുരടിച്ചു പോകും, റിട്ടാർഡഡ് ആയി പോകും. കുട്ടികൾ അങ്ങനെയും ആയിപ്പോകും, പേഴ്സണാലിറ്റി മുരടിച്ചു പോകും. അവർ അഡൾട്ട് ആവുന്നവരെയും അവർക്ക് ഇതേ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും എവിടെ ചെന്നാലും. സോ പല സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇത് കാരണമാവും, ഈ ഒരു സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അറ്റാച്ച്മെന്റ്. നമുക്ക് അറ്റാച്ച്മെന്റ് വേണം കുട്ടികൾക്ക് അല്ലെ. പ്രിഫറബിളി മിക്കവാറും കെയർ ഗിവേഴ്സ്, മോസ്റ്റ് പ്രോബബ്ലി മദർ തന്നെയായിരിക്കും ആ ഒരു അറ്റാച്ച്മെന്റ്. പക്ഷെ അത് ഡിപ്പെൻഡൻസ് ആയി പോകരുത്, ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. അമ്മയായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിൽ തന്നെ അത് കുട്ടികൾക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ അമ്മ ശരിക്കും പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അമ്മ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സും. ഒരു ബാച്ചിൽ ഒരു കുട്ടി പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്ഥലത്ത് തന്നെ അതിന് ജോബ് കിട്ടി. KG സെഷൻ തന്നെയായിരുന്നു. ഒരു കുട്ടിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ല, അതൊരു ഒബ്സഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം വേറെ കുട്ടികളുടെ അടുത്ത് പോകുന്നത് ഇഷ്ടമല്ല, പിന്നെ ഈ കുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണം, വേറെ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല, വീട്ടിലേക്ക് വൈകിട്ട് പോകുന്നത് കാണുമ്പോഴേ ഇതിന് കരച്ചിൽ വരും. അങ്ങനെ അതൊരു ഒബ്സഷൻ പോലെയാണ്. ഞാൻ പറഞ്ഞു കറക്റ്റ് രീതിയിൽ ഒരു ഇന്റർവെൻഷൻ നടത്തിയില്ലെങ്കിൽ അതൊരു KGയിലെ കുട്ടിയാണെങ്കിലും ആ ഒരു ഒബ്സഷൻ. ഞാൻ അതിന്റെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. പറയുന്നത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ലവിങ് ആണ്, അങ്ങനെ ഇങ്ങനെയാണ്. പക്ഷെ കുട്ടിക്ക് ടീച്ചറുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്, അത് ഇച്ചിരി ഓവറായി പോയപ്പോ എല്ലാം ടീച്ചർ തന്നെ ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥ. ഈ ഒരു അറ്റാച്ച്മെന്റ് ഡിപ്പെൻഡൻസിയിലേക്ക് ആയി പോകരുത്. അറ്റാച്ച്മെന്റ് വേണം, കുട്ടികളുടെ റൈറ്റ്സ് ആണ് ടു ബി ലൗഡ് എന്നുള്ളത്. പക്ഷെ ഫ്രീഡം കൊടുക്കണം, കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവര് ഫ്രീഡം കൊടുക്കണം. പിന്നെ സംടൈംസ് മദേഴ്സ് സമ്മതിക്കാറില്ല ഈ ഒരു കുട്ടി ഇൻഡിപെൻഡന്റ് ആയി പോകുന്നതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു ഭയങ്കര പ്രൗഡായിട്ട് ചില അമ്മമാര് പറഞ്ഞു കൊടുക്കുന്നതാണ് വലിയ മക്കളെ പറ്റി. ഞാൻ തന്നെ ചെയ്തു കൊടുത്താലേ അവന് അല്ലെങ്കിൽ അവൾക്ക് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിൽ. അത് ശരിക്കും അതിലൊരു ഡീവിയേഷൻ തന്നെയാണ് കുട്ടിയുടെ. അവർക്ക് കപ്പാസിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ഒബ്സഷന്റെ കാര്യം, പൊസസീവ്നെസ്. ഓക്കെ, പിന്നെ ഈ നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് നിറയുണ്ട്. ഈ ഒരു മെറ്റീരിയൽസ് പലപ്പോഴും കുട്ടികൾക്ക് മെറ്റീരിയൽസ് വേണം, മെറ്റീരിയൽസിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. അപ്പൊ അവർക്ക്
കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, എന്തിനോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹം കുട്ടികളിൽ വരാറുണ്ട്. ഇത് മോണ്ടിസോറി എൻവയോൺമെന്റിലും വരാറുണ്ട്. അപ്പൊ മറിയ മോണ്ടിസോറി ഈ നോർമലൈസേഷൻ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ചിലര് സ്റ്റീൽ എന്നൊക്കെ പറയുമല്ലോ, അപ്പൊ ചിലപ്പോ എടുത്തുകൊണ്ട് പോകും. നമ്മൾക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടാവൂല്ലേ, കുട്ടികൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റീലിംഗ് ആണെന്ന് മനസ്സിലാവുന്ന ഒരു പ്രായമായിരിക്കില്ല. അവരതെടുത്ത് അമ്മയുടെ ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാഗിലിടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അമ്മോട് പറയുമ്പോൾ നമുക്ക് പോവാം, അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അവർക്കത് പ്രോസസ് ചെയ്യാന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. പിന്നെ കുട്ടികൾ എപ്പോഴും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, കുട്ടികൾ ഡിമാൻഡ് ചെയ്യും ഒബ്ജക്ട്സും ടോയ്സും. അങ്ങനെ അത് കിട്ടിക്കഴിയുമ്പോൾ സംടൈംസ് അവരത് ഡിസ്കാർഡ് ചെയ്യും. കിട്ടുന്നവരെയും അവർ വാശി പിടിച്ച് കരയും, കിട്ടിക്കഴിയുമ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോവും, ആ ഒരു ഡിസ്കാർഡ് ചെയ്യും. ഇതൊരു അങ്ങനെ അതൊരു ലാക്ക് ഓഫ് ട്രിഗർ ആണ്, അല്ലെങ്കിൽ ലവ്. കാരണം ആ ഒരു രംഗത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കണം അവര്. അതാണ് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകത. അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്ന അതാണ്. കിട്ടുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നതോറും കുട്ടിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇപ്പൊ ടീച്ചർ ശരിക്കും ഒരു അഡൾട്ട്, പലപ്പോഴും വീട്ടിലെ അഡൾട്ട് എന്ന് പറയുന്നത് അവർ അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ ടീച്ചറും ഒരു അഡൾട്ടാണ്. ബട്ട് വീട്ടിലെ അഡൾട്ട്സ് ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ ചെയ്യരുത്. ടീച്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത് എംപത്തറ്റിക് ആയിട്ട് കുട്ടിയെ കെയർ ചെയ്യുക, ലവ് ചെയ്യുക, വാംത്ത്, ആ ഒരു കൺസേൺ, കരുതൽ എല്ലാം പ്രൊവൈഡ് ചെയ്യണം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ തന്നെ. ഈ കുട്ടികളുടെ എനർജീനെ ടീച്ചർ വേണം ഡയറക്റ്റ് ചെയ്യാനായിട്ട്. ആ എനർജിയെ ശരിയായ രീതിയിൽ അവരെ ട്രിഗർ ചെയ്യുക. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിൽ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിനെ ഇഗ്നൈറ്റ് ചെയ്ത് ആ എനർജി യൂസ് ചെയ്ത് അവരെ കൊണ്ട് മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. ആ മെറ്റീരിയൽസ്, ക്ലാസ് റൂമിലുള്ള മെറ്റീരിയൽസിനോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എല്ലാം നടക്കുള്ളൂ. പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻസ്, ഒബീഡിയൻസ്, സെൽഫ് ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കറക്റ്റ് ഡെവലപ്മെന്റ് ഓഫ് വിൽ, അവന്റെ സെൽഫ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എല്ലാം, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം അങ്ങനെ ചെയ്ത് ഡീവിയേഷൻ ഡിസപ്പിയർ ചെയ്യുവാണ് ചെയ്യുന്നത്. ഡീവിയേറ്റഡ് കുട്ടികളിലാണ് ഈ ഒരു കാര്യം കാണുന്നത്. അവർക്ക് ഒരു കാര്യത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിയുമ്പോഴേക്കും പിന്നെ അത് അവർ മാറ്റിവെക്കും. അപ്പോൾ അഡൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ട്രൈ ചെയ്യില്ല കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ടീച്ചർ അങ്ങനെ ആയിരിക്കരുത്. അവരുടെ ആ ഡീവിയേഷൻ മാറ്റുന്ന രീതിയിൽ മെറ്റീരിയൽസുമായിട്ടൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാക്കി വെച്ച് അവരെ ഇൻട്രസ്റ്റ് ആക്കി അവരുടെ സ്റ്റിമുലി, അവരുടെ സ്പാർക്കിനെ ട്രിഗർ ചെയ്ത് കൊടുക്കുക. ചൈൽഡ് പലപ്പോഴും അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ നമ്മളെ ഫോളോ ചെയ്യും അവർ. അപ്പൊ നമ്മൾ അതുപോലെ ആയിരിക്കണം അവരെ നമ്മളുടെ രീതികൾ കാണിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ലാക്ക് ഓഫ് റെസ്പെക്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. പലപ്പോഴും അഡൾട്ട് ശരിയായ രീതിയിൽ കുട്ടിയെ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ കുട്ടി ഭയങ്കര ഇൻഫീരിയർ ആ ഒരു രീതിയിലേക്ക് പോകും. ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. ഇത് പുവർ സെൽഫ് കോൺഫിഡൻസിന് കാരണമാകും. പലപ്പോഴും ഈ അഡൾട്ടിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശിക്ഷ, കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് വരുമോ, ഏതെങ്കിലും രീതിയിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വരുവാണെങ്കിൽ, അങ്ങനെ രീതിയിൽ ഇൽട്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. പിന്നെ സംടൈംസ് കുട്ടികളെ പേടിപ്പിക്കില്ലേ ഈ ചെറിയ പ്രായത്തില്, കുട്ടി എവിടെ എന്താ പറയാ എന്തെങ്കിലും വാശി പിടിച്ച് കരയുമ്പോൾ അങ്ങനെ പൊക്കാച്ചി വന്ന് പിടിച്ചോണ്ടും, അങ്ങനെ ഒരു ഫിയർ, ഒരു ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും അഡൾട്ട്സ് ആണ്. അപ്പൊ അതങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു ഫിയർ ചിലപ്പോൾ ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കുന്നത് ആ ഒരു ഫോബിയ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കുഞ്ഞിങ്ങനെ വീഴുമ്പോ നമ്മള് ആ വീണ ഭാഗത്ത് ഒരു അടി കൊടുക്കൂലേ, എവിടെയാണോ വീണപ്പോ കസേരയിൽ തട്ടി വീണു, കസേരക്ക് ഇട്ട് നല്ലൊരു അടി കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. അതൊരു റോങ് മെസ്സേജ് കുട്ടിക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. കാരണം കുട്ടിയുടെ ഒരു വയലന്റ് നേച്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് കാരണം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനിട്ട് നല്ല തല്ലു കൊടുത്താൽ മതി, കസേരയ്ക്ക് പകരം ഒരു ജീവനുള്ള വേറെ എന്തെങ്കിലും ആണെങ്കിലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നാ പറയുന്നത്. അതേസമയം കുട്ടിയെ നമ്മൾ സമാധാനപ്പെടുത്താൻ അവന്റെ കാല് കസേരയിൽ എവിടെയെങ്കിലും കൊണ്ടു, അപ്പൊ കാലിന് കൊണ്ട ഭാഗത്ത് ചെറിയ പെയിൻ ഉണ്ടാവുമല്ലോ, അവിടെ ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് തടവിയിട്ട് കാക്ക കൊണ്ടുപോയി, വേദന കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പുതിയ ഇപ്പൊ ഒരു മെന്റൽ ഹെൽത്തിൽ പറയുന്നത് കേട്ടോ.
ആ ഒരു രീതി. പിന്നെ കുട്ടികൾ ലൈസ് കള്ളം പറയൂല്ലേ, ചിലത് വളരെ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ ക്ലാസ് റൂമിൽ പെൻസിൽ റബ്ബറൊക്കെ മിക്ക ദിവസം കളഞ്ഞിട്ട് വരും. അപ്പൊ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവര് ലൈസ് കള്ളങ്ങൾ പറയാറുണ്ട്, വളരെ ക്രിയേറ്റീവായിട്ട് പറയണേക്കാം. പക്ഷെ അത് ആ ഒരു ഏജോട് കൂടെ അവസാനിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ത്രൂ ഔട്ട് ദ ലൈഫ് അവർ ഈ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് കള്ളങ്ങൾ പറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ മാർക്ക് വലിയ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ മാർക്ക് കിട്ടുമ്പോൾ മാർക്കിന്റെ കാര്യത്തിൽ എപ്പോഴും പണിഷ്മെന്റ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഭീഷണി പോലെ എത്ര മാർക്ക് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കാം. ഒരു ഡിഫൻസ്, അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യാത്ത കാര്യം ചെയ്തു എന്നും ഒക്കെ കള്ളങ്ങൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫുഡ് കൊടുത്തു വിടുന്നു, ഭക്ഷണം കഴിച്ചിട്ട് വന്നില്ലെങ്കിൽ വഴക്ക് പറയുന്നുള്ള പേടിയുള്ളത് കാരണം കഴിച്ചു എന്ന് കള്ളം പറയാം, അല്ലെ? അതുപോലെ ഫുഡ് വേസ്റ്റ് എവിടെയെങ്കിലും കളഞ്ഞിട്ട് കഴിച്ചു എന്ന് പറയാം. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഡിഫൻസ് ലൈ ആണ്, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയണത്. പിന്നെ ഹോംവർക്ക് ചെയ്തു, ചെയ്യാത്ത കാര്യമാണെങ്കിൽ ചെയ്തു എന്നൊക്കെ പറയുന്നതാണ് ഡിഫൻസ് ലൈസ്. ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ ലൈസ്, വൈറ്റ് ലൈസ് എന്ന് പറയുന്നവരാണ്. നമ്മളും പറയാറുണ്ട് സോഷ്യൽ ലൈസ്. എപ്പോഴാണെന്നറിയും, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള്, പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ചില ആളുകളുണ്ടല്ലോ, അവരെ നമ്മളൊന്ന് പ്ലീസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവര് ചിലപ്പോൾ നല്ലൊരു അവർക്ക് ചേരാത്തൊരു ഡ്രസ്സ് കിട്ടാൻ വരുന്നതെന്ന് വിചാരിക്കാം. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. ആക്ച്വലി ഒട്ടും ചേരുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മൾ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയില്ലേ നന്നായിട്ടുണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ ലൈസ്, വൈറ്റ് ലൈസ്. ശരിക്കും നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഒരു മടി, കുട്ടികളെ സംബന്ധിച്ച് പേടി, മനസ്സിലുള്ളത് തുറന്നു പറയാൻ പേടിയായിട്ട് അവര് പറയുന്ന നോണ ആണ് സോഷ്യൽ ലൈസ്. പിന്നെ ഫാന്റസി ലൈസ് പറഞ്ഞില്ലേ, സ്കെയിൽ ഇത് പെൻസിലും റബ്ബറും ഒക്കെ കളഞ്ഞിട്ട് വരുമ്പോൾ ഭയങ്കര ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് അവരിങ്ങനെ പറയും. അഡൽസ് നമ്മളിങ്ങനെ മയക്കുന്ന രീതിയിലുള്ള ലൈസ് പറയില്ലേ, അതാണ്. എപ്പോഴും ഭയങ്കര കഥകളാണ് അവരുടെ ക്രിയേറ്റിവിറ്റി. ഇതുപോലെ കഥകൾ എഴുതാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവിയേറ്റ് ചെയ്ത് വിടാം. ഭയങ്കരമായിട്ട് കഥകളുണ്ട്. ചിലപ്പോ ക്ലാസ്സിൽ നടക്കാത്ത ഒരു കാര്യം വന്ന് ഭയങ്കര നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഭയങ്കര ക്രിയേഷൻ ആയിരിക്കും. ഓരോ പ്രാവശ്യം ബെറ്റർ സ്റ്റോറി ആയിരിക്കും അവർ പറയുന്നത്. ദാറ്റ് ഈസ് ഫാന്റസി ലൈസ്. ഈ അടുത്ത സ്പിരിച്വൽ ലൈസ് അതെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അഡൾട്ട്ഹുഡ് ആകുമ്പോൾ അത് എന്ത് ചെയ്യും? ദാറ്റ് ഈസ് സ്പിരിച്വൽ ലൈസ്. ചില ചെറുപ്പത്തിൽ ചില ക്രിയേറ്റീവായിട്ട് ഫാന്റസി ലൈസ് ഒക്കെ പറയുന്നത് പിന്നീട് അവർ പറയൊന്നുമില്ല. ചിലത് ലൈക്ക് പേടിച്ചൊക്കെ പറയുന്നത് അത് ത്രൂ ഔട്ട് ലൈഫ് ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പൊ ഡിഫൻസ് ലൈസ് അങ്ങനെയുള്ളതല്ലേ. പിന്നെ സോഷ്യൽ ലൈസ് അതൊരു വലിയ പ്രശ്നമുള്ള, ചില കേസിൽ പ്രശ്നമുള്ളതല്ല. നമ്മൾ പറയുന്നത് ഒരാളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഉള്ളിലുള്ളത് പറയാതെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ കുട്ടികൾ പേടിച്ചിട്ട് പലതും പുറത്തു പറയാം, അപ്പൊ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ലൈസ് ആണ് സോഷ്യൽ ലൈസ്. നിങ്ങൾക്ക് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അങ്ങനെ കാര്യമായ ക്വസ്റ്റ്യൻസ് കൂടി വന്ന 2-3 ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇത് ആ ഒരു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കാര്യം, അതായത് ഡീവിയേറ്റഡ് കുട്ടികളെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു, പിന്നെ നോർമലൈസ്ഡ് കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഇപ്പൊ പറഞ്ഞ ലൈസ്, പിന്നെ സൈക്കിക് ഫ്യൂഗ്, സൈക്കിക് ബാരിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ആണ് ശരിക്കും സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും എല്ലാം. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾക്ക് അവർ തടസ്സം വയ്ക്കുന്നു, അവരൊരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുവാണ്, കാരണം പാർട്ട് 2 ഓൾമോസ്റ്റ് ആതിര മിസ് എടുത്തിട്ടുണ്ടാവും, സൈക്കോളജി പാർട്ടെല്ലാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്ന് എന്തോ പറഞ്ഞില്ലേ? കിട്ടിയില്ല? കിട്ടിയില്ല? കിട്ടി മാം. അതില്
അതിന് മിസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കും. കാരണം ഒരു ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് ത്രൂ ഔട്ട് ബാച്ച് കുറച്ച് ബാച്ചുകൾ പോയത്. പിന്നെ നമുക്ക് അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതിതായിരുന്നു നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആ ഒരു ലെസൺ ഉണ്ടല്ലോ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സൈക്കോളജി എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സൈക്കോളജിയാണ് അല്ലെ. അപ്പോൾ ഇറ്റ്സ് ആൻ അപ്ലൈഡ് സയൻസ്. അതൊരു അപ്ലൈഡ് സയൻസ് ആണ്. അതുകൂടാതെ ഓരോ വർഷവും നമുക്കറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗ്രോയിങ് സയൻസ്. അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസ് ആണ്. സൈക്കോളജി ഇറ്റ്സെൽഫ് ഗ്രോയിങ് സയൻസ്, എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഗ്രോയിങ് സയൻസ് ആണ്. അതുകൂടാതെ ഇതിലെല്ലാം സയന്റിഫിക് ആണ്, ട്രൂത്ത് റിലേറ്റഡ്, ഒരു പ്രിൻസിപ്പിൾ റിലേറ്റഡ്, ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സൈക്കോളജിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ മാനസിക പ്രശ്നം എന്നൊരു നെഗറ്റീവ് തോട്ട്സ് പണ്ടൊക്കെ വരുമായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അത് അപ്ലൈ ചെയ്തപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ വന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. ഇതൊരു അപ്ലൈഡ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്. പിന്നെ ഇത് പ്രാക്ടിക്കൽ ആണ്. അത് നമ്മളൊരു കാര്യം അപ്ലൈ ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക, അത് അതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഫീൽ ചെയ്യുവാണ്. പിന്നെ അതായത് ഫങ്ഷണൽ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു നോർമേറ്റീവ് സയൻസ് അല്ല. നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ തിയറി. നമുക്ക് തിയറി മാത്രം ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല എഡ്യൂക്കേഷൻ സൈക്കോളജി. കാരണം എന്താ, അവിടെ വരുന്ന കുട്ടികളുടെ ബിഹേവിയറിനനുസരിച്ചാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. ഒരു കുട്ടിയിൽ അപ്ലൈ ചെയ്യുന്നതാവില്ല ചിലപ്പോൾ മറ്റേ കുട്ടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്, പഠിപ്പിക്കുന്ന മെത്തേഡ് ആകാം അല്ലെ, അങ്ങനെ മെത്തേഡ്. അതുകൊണ്ട് തിയറി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇത് നോർമേറ്റീവ് സയൻസ് അല്ല, തിയറി മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല എന്നാണ് മീനിങ്. അപ്പൊ അപ്ലൈഡ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, നോർമേറ്റീവ് സയൻസ് അല്ല. ഒരു ക്വസ്റ്റ്യൻ പോയതില് എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഓപ്ഷൻസില് നോർമേറ്റീവ് എന്ന് വന്നു, നോട്ട് എ നോർമേറ്റീവ് എഴുതാൻ വിട്ടുപോയി, നോർമേറ്റീവ് എന്ന് വന്നു. അപ്പൊ ഓൾ ഓഫ് ദീസ് ആയിരുന്നു ആൻസർ ഓപ്ഷൻ. ബാക്കി ഗ്രോയിങ് സയൻസ്, അപ്ലൈഡ് സയൻസ്, നോർമേറ്റീവ് സയൻസ്, ഓൾ ഓഫ് ദീസ് വന്നു. നോർമേറ്റീവിന് മുമ്പ് ഒരു നോട്ട് ചേർന്നായിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രോയിങ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, നോട്ട് എ നോർമേറ്റീവ് സയൻസ്. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയാൽ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്പോ ഇൻവിജിലേറ്റേഴ്സിനോട് പറയാം, അവർ എന്നെ കോൺടാക്ട് ചെയ്യും. എക്സാം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ക്വസ്റ്റ്യനിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്താൽ മതി. അവരൊക്കെ അപ്പൊ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യും. എക്സാം നടക്കുന്ന സമയത്ത് ഞാൻ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ ജോയിൻ ആവില്ല എന്നേ ഉള്ളൂ, ഞാൻ ഉണ്ടാകും, അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞതിന്റെ ആൻസർ നോട്ട് നോർമേറ്റീവ് സയൻസ് അല്ലേ? അതായത് ഇപ്പോ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് എ ഡാഷ് സയൻസ്, ഗ്രോയിങ് സയൻസ്, അപ്ലൈഡ് സയൻസ്, നോട്ട് എ നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആണല്ലോ, ഓൾ ഓഫ് ദീസ് അല്ലേ? അതെ. പിന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് നോട്ട് എ ഡാഷ് സയൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുക. ഓപ്ഷനിൽ ഗ്രോയിങ്, അപ്ലൈഡ്, പോസിറ്റീവ്, നോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമേറ്റീവ് ആണ് ആൻസർ. ബാക്കിയെല്ലാം ആണ്, അല്ലാത്തത് നോർമേറ്റീവ് ആണ്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ്. സോ അപ്ലൈഡ് സയൻസ് അതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ഗ്രോയിങ് സയൻസ് അത് വളരെ പോസിറ്റീവ് റിസൾട്ട് ആണ് വരുന്നത്. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സയൻസ്. പിന്നെ ഇറ്റ്സ് സയന്റിഫിക് ആണ്, ഫങ്ഷണൽ ആണ്, പ്രാക്ടിക്കൽ ആണ്, തിയറിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ആ രീതിയിൽ അത് ചെയ്യാൻ പറ്റില്ല. സോ അതൊരു തിയറിയെ ബേസ് ചെയ്യുന്ന രീതിയിലുള്ള സയൻസ് അല്ല. ദാറ്റ് ഇസ് നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ തിയറിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ്. സോ നോട്ട് എ നോർമേറ്റീവ് സയൻസ്. ഇത്തരം പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 10th യൂണിറ്റ്, അതായത് പാർട്ട് 3-ലെ മോണ്ടിസോറി ടേംസ് ഒന്നുകൂടെ പറയാം. മോണ്ടിസോറി ടേമിൽ നമുക്ക് ഫസ്റ്റ് അഡാപ്ഷൻ ആണ് വന്നത്. അഡാപ്ഷൻ, പൊരുത്തപ്പെടും. ദാറ്റ് മീൻസ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, ബട്ട് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, നമ്മൾ ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
ഒരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയ സ്ഥിതിക്ക് നമുക്ക് പലപ്പോഴും പൊരുത്തപ്പെടേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെ പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്ന കുട്ടികൾ അഡൾട്ട് ആകുമ്പോഴും അവർക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന്റെ മീനിങ് നമ്മൾ സഹിച്ച് ശ്രമിച്ച് കോംപ്രമൈസ് ചെയ്യുക, എപ്പോഴും താന്നു കൊടുക്കുക എന്നുള്ളതല്ല, സ്ലേവിനെ പോലെ ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾക്കത് ഇഷ്ടമാണ് ആ ഒരു കാര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാം. സോ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, ഇതും ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. മോണ്ടിസോറി മെത്തേഡിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത്, അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ രണ്ടും ഒന്നിങ്ങനെ കേട്ടോ. അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, നമ്മളെ ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറി, അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്. വൺ സെൽഫ്, നമ്മുടെ സെൽഫിനെ നമ്മൾ തിരിച്ചറിയുന്നതാണ്, നമ്മൾ അവെയർ ആവുന്നു നമ്മളെ കുറിച്ച്, അതാണ് എഡ്യൂക്കേഷൻ. അല്ലാതെ ഒരു സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തോ ഫോക്കസ് ചെയ്തോട് പഠിത്തമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, അതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഹൈജീനില് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ച് അവയർനെസ് തരുന്നതാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് മാത്രമല്ല, അത് നമ്മൾ നമ്മളുടെ ലൈഫിലേക്കും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എല്ലാ സർക്കിളിലേക്കും നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിലെ റിസൾട്ട് കിട്ടുന്നത്. ആളുകൾ ഹെൽത്തി ആയി മാറണമെങ്കിൽ അവയർനെസ് മാത്രം ഉണ്ടായാൽ പോരാ, അത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. അത് എന്ത് എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്തിനെ കുറിച്ചുള്ള അറിവാണെങ്കിലും അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മുടെ വൺ സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് അതുമായിട്ട് കണക്റ്റഡ് ആണ് എഡ്യൂക്കേഷൻ. പിന്നെ നമ്മൾക്ക് 2-3 പുതിയ വേർഡ്സ് വന്നു. അത് മറിയ മോണ്ടിസോറി ആ വാക്കുകൾ പല ഇതിൽ നിന്നും കടമെടുത്തതാണ്. അതിലൊന്നാണ് ഹോം, പിന്നെ നീമി, പിന്നെ നെബുലെ. ഒരു വൈറ്റൽ എനർജിയാണ് ഈ ഹോം എന്ന് പറയുന്നത്. ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള വൈറ്റൽ എനർജി. ഇപ്പോ നാളെ എന്റെ ഫ്രണ്ട്സ് കുറെ വീട്ടിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ വരുവാണെന്ന് വിചാരിച്ചു, നിങ്ങൾ എല്ലാവരും വരും. അപ്പൊ നിങ്ങൾ വരുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യമാണല്ലേ. സോ എനിക്ക് 10 പേരാണെങ്കിലും ശരി, 15 പേരാണെങ്കിലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം. അപ്പൊ ദാറ്റ് മീൻസ് എന്റെ ഒരു ത്വര അതാ. അപ്പൊ ആ ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എനിക്കുള്ളൊരു എനർജി, അതാണ് ഹോം. ആ ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. അത് എല്ലാ മനുഷ്യരിലും ഇതുണ്ട്, ഹോം എന്ന് പറയുന്നത് ഉണ്ട്. സംടൈംസ് ഇതെല്ലാം ഡിസോർഡർ ആയിട്ട് കിടക്കുമായിരിക്കും. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി വരുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നല്ലൊരു എനർജി സോഴ്സ് ആയിട്ട് മാറും, അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും നമ്മൾക്ക് എവിടെ നിന്നാണെന്നറിയില്ല, ശക്തിയൊക്കെ കൂടെ വരുന്നു നമ്മൾ പറയില്ല. ദാറ്റ്സ് ഇറ്റ്, ഹോം. ചില സമയത്ത് എക്സാമിന് നമുക്ക് ഭയങ്കര ഒരു ഡിസോർഡർ ആയിരിക്കും, എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും മനസ്സിലാവില്ല. നമുക്കൊരു ട്രിഗർ കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കൊരു എനർജി അങ്ങ് വരും. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താ, എക്സാം നല്ലപോലെ അപ്പിയർ ചെയ്യണം. സോ ആ എനർജി വെച്ച് നമ്മൾ ചെയ്യും. ചിലപ്പോൾ തലേ ദിവസം ആകുമ്പോഴായിരിക്കും അത് കിട്ടുക, എന്നാലും അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകാറുണ്ട്. ഹോം എന്ന് പറയുന്നത് ഒരു വൈറ്റൽ എനർജിയാണ്. ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. അതിൽ കുറേ കണ്ടന്റ്സ് എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല, ഇത് കെമിസ്ട്രി ആയിട്ടും ഒക്കെ കുറെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആവശ്യമില്ല. നമ്മളുടെ മനസ്സിന്റെ, നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി, അതിനെ മറിയ മോണ്ടിസോറി ഹോം എന്ന് വിളിച്ചു എന്നേ. ഇനി ഈ ഒരു ഫോഴ്സസ്, ഈ ഒരു എനർജി എന്ന് പറയുന്നത്, നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകാം, നെഗറ്റീവ് എനർജി ഉണ്ടാകാം, അത് കുഞ്ഞുങ്ങളിലും ഉണ്ടാകാം. അപ്പൊ ആ വരുന്ന നെഗറ്റീവ് ഫോഴ്സസിനെ, നെഗറ്റീവ്, അതായത് ഇപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, ഡീവിയേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, അവർക്ക് ഭയങ്കര ബ്രൈറ്റ് സ്റ്റുഡൻസ് ഡീവിയേറ്റഡിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നോട്ടി ആയിട്ടുള്ള കുട്ടികൾ, അവരും ഭയങ്കര എനർജി ഉള്ളവരാണ്. ദാറ്റ് മീൻസ് അവരിലുള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് വേയിലാണ് അത് ഉപയോഗിക്കുന്നത്. ആ എനർജീനെ പോസിറ്റീവിലേക്കാക്കി തിരിക്കുമ്പോഴാണ് അവര് നോർമലൈസ്ഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവരുടെ ആ എനർജിയെ ആ ഒരു രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. നിങ്ങളുടെ ടീച്ചേഴ്സും ചെയ്യാറുള്ള പരിപാടിയല്ലേ, പണ്ട് കാലം തുടങ്ങിയുള്ളതാ. ഇച്ചിരി വികൃതിയുള്ള കുട്ടിയാണെങ്കിൽ അതിനെ പിടിച്ചങ്ങ് ലീഡർ ആക്കും, അല്ലേ? ലീഡറായി കഴിയുമ്പോൾ അവനങ്ങ് ഒരു പുതിയ കുട്ടിയായിട്ട് മാറും.
അപ്പൊ ന്യൂ ചൈൽഡായി മാറുന്നു. ദാറ്റ് മീൻസ് അവൻ നോർമലൈസ്ഡ് ആയി. അപ്പൊ അങ്ങനെയാണ്, അതൊരു ടീച്ചറുടെ കഴിവാണ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു കഴിവാണ്. അങ്ങനെ ഒരു എനർജി കണ്ടു കഴിയുമ്പോൾ അതിനെ നമ്മൾ വഴി തിരിച്ചു വരും, നെഗറ്റീവ് സൈഡിലേക്ക് പോവാതെ പോസിറ്റീവ് സൈഡിലേക്ക് ആക്കി വിടും. ഈ ഹോം എന്ന് പറയുന്ന എനർജി രണ്ടും വരാം, നെഗറ്റീവും പോസിറ്റീവും വരാം. ആ നെഗറ്റീവ് വരുന്നതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യണം, എന്നിട്ട് കുട്ടിയെ തിരിച്ചുവിടണം, കുട്ടിയുടെ ആ എനർജീനെ നമ്മൾ തിരിച്ചുവിടും. ഓക്കെ, അപ്പൊ നാച്ചുറൽ ആയിട്ട് അവര് കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. സോ അതിലതേ വരുള്ളൂ ആ ഒരു വൈറ്റൽ എനർജി. നമുക്കൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ചെയ്യാനുള്ളത്, അതും ഇതും വയലന്റ് ആയിട്ട് അതും ഇതും ചെയ്യാനുള്ളതല്ല, പർപ്പസ്ഫുൾ ആയിരിക്കാം, ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള വൈറ്റൽ എനർജിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നീമി. നീമി എന്ന് പറയുന്നത് മെമ്മറിയാണ്, ശരിക്കും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ചുറ്റുപാട് നടക്കുന്ന അതായത് കുട്ടിയുടെ ഒരു സറൗണ്ടിങ്സിലുള്ള വേൾഡിലുള്ള പല കാര്യങ്ങളും അത് ഇംപ്രഷൻസ് ആയിട്ട് അങ്ങനെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. അത് അൺകോൺഷ്യസും ഉണ്ട് കോൺഷ്യസും ഉണ്ട്. ഒരു 0 to 3 years വരെ അത് അൺകോൺഷ്യസ് ആയിരിക്കും. അതിന് ശേഷം മെമ്മറി ഭയങ്കര ഷാർപ്പ് ആവുന്നു, ഭയങ്കര പ്രോഗ്രസീവ് ആകുന്നു. കാണുന്നതും കേൾക്കുന്നതും എല്ലാം അങ്ങ് പിടിച്ചെടുക്കുക കുട്ടി. അറിയില്ലേ നമ്മൾ കുട്ടികളെ കുറിച്ച്, മിണ്ടല്ലേ വരുന്നുണ്ട്, ശ്രദ്ധിക്കും, നമ്മൾ പറയണത് അങ്ങനെ പിടിച്ചെടുക്കുന്നൊക്കെ നമ്മൾ പറയാറില്ലേ കുട്ടികളെ. കുഞ്ഞിരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത നമ്മൾ പറയാറുമില്ല, പ്രവർത്തിക്കാറുമില്ല. കാരണം ഇവരുടെ മെമ്മറി ഒരു 3 years കഴിയുമ്പോൾ ഭയങ്കര ഷാർപ്പായി മാറുകയാണ്. സോ നീമി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ഫസ്റ്റ് 3 years അത് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. ആഫ്റ്റർ 3 years ആവുമ്പോൾ അത് കോൺഷ്യസ് മെമ്മറി ആയിട്ട് റീപ്ലേസ് ചെയ്യും. പിന്നെ ഈ നീമി എന്ന് പറയുന്ന ഒരു മെമ്മറി എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും ഉണ്ട്. പ്ലാന്റ് ലൈഫിനും അനിമൽ ലൈഫിനും ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വീട്ടിലെ തെങ്ങിന്റെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാനിത് വീട്ടിൽ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചേച്ചി വരുന്നുണ്ടേ. അത്യാവശ്യം നല്ല പ്രായമുണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര അറിവാട്ടോ. പല പല കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് അവർ പറഞ്ഞുതരും. അവരിങ്ങനെ പറയുകയാണ് എൻ്റെ അടുത്ത്, അവര് ഈ ലൊക്കാലിറ്റിയിലുള്ളതാണ്. പണ്ട് കാലത്ത് ഇവിടെ അടുത്ത വീടുകളിലൊക്കെ ഇങ്ങനെ ജോലിക്ക് വന്നുകൊണ്ടിരുന്നതാ. അപ്പൊ അവർക്ക് ഈ സ്ഥലവും ഇവിടെ നിന്നിരുന്ന മരങ്ങളെ കുറിച്ച് നല്ലപോലെ അറിയാം. ഞങ്ങള് വാങ്ങിച്ച സമയത്തുള്ള ഒരു വലിയ തെങ്ങും ഒരു ചെറിയ തെങ്ങും നിൽക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, വലിയ തെങ്ങില് ഏകദേശം എനിക്ക് 45 തേങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. ചേച്ചി പറയുകയാണ്, ഈ പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടന്ന സമയത്ത് ഇതില് തേങ്ങ കുറവായിരുന്നു. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ പ്ലാന്റ്സ് അതെല്ലാം കേൾക്കുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പൊ നിറയെ അവർ കായ്ക്കും. ശരിയായിരിക്കാം, നമുക്കും അത് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ചെടികളിൽ അങ്ങനെ കാണുന്നുണ്ടാവും. പിന്നെ പൂക്കളും ഒക്കെ നിറയെ ഉണ്ടാവണതിന് കാരണം അതാണെന്നാണ് പറയുന്നത്. ഇത് നോർമലി ഞാൻ എന്റെ ഒരു നോർമൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളോട് സംസാരിക്കുന്ന ഒരാളാണ്. അതിനെല്ലാരും എന്നെ കളിയാക്കാറുണ്ട്, എനിക്ക് ഇച്ചിരി ലൂസ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ചെടി നനയ്ക്കുന്ന സമയത്ത് ചെടിയോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ സിസ്റ്റം അങ്ങനെ ഒരു അനുഭവം ടെസ്റ്റ് പറയും. അപ്പൊ ആ ഒരു ചേച്ചി വന്നിട്ട് പറയാൻ, അവർക്ക് വർഷങ്ങളായി ഞാൻ സ്ഥലം വാങ്ങിച്ച് ഈ വീട് വെച്ച സ്ഥലം അറിയാം, ഞാൻ വന്നിട്ട് 1 വർഷമായുള്ളൂ. അവര് പറയാ, ഈ തെങ്ങിൽ അന്ന് തേങ്ങ കുറവായിരുന്നു, 10-ൽ താഴെയായിരുന്നു. ഞാൻ വന്ന 1 വർഷം കഴിഞ്ഞപ്പോ അതിൽ 45 തേങ്ങയായിട്ട് വന്നു. അപ്പൊ ഈ പ്ലാന്റ് അവർക്ക് ലൈഫ് ഉണ്ടല്ലോ, ചെടികൾക്ക് ലൈഫ് ഉണ്ട്. ഇതിനൊക്കെ ഓർമ്മയുണ്ടെന്നാ പറയാ. ആളുണ്ട്, സംസാരമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നമ്മളുടെ ചിരിയും വർത്താനവും ഒക്കെ ഇവരെ കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി അവരെനിക്ക് അതിനുള്ള റിസൾട്ട് തരില്ല. വെരി ഗുഡ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി ട്രൂ. അപ്പൊ പ്ലാന്റ് ലൈഫ് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോ പ്ലാന്റ് ലൈഫ് അനിമൽ ലൈഫ് എന്നുള്ളതിന് പകരം ഒരു നോ വേർഡ് നിങ്ങൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ലൈഫ്, ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ലൈഫ്. ഓക്കെ, ഇപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഈ ഒരു നീമി എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി. ഈ നീമി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അഡാപ്റ്റബിൾ ആകുന്നത്. ഇപ്പൊ പ്ലാന്റ് വളരെ വിഷമിച്ച് നിന്നു, ആൾക്കാരുടെ അനക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കായ്ച്ചു തുടങ്ങി. അപ്പൊ അവരുടെ അത് അഡാപ്റ്റബിൾ ആണ്. ആ പുതിയ സിറ്റുവേഷനായിട്ട് അത് ഭയങ്കരമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പൊ അതിന് കുറച്ച് പോസിറ്റീവ്നെസ് കൂടിയത് കൊണ്ടായിരിക്കാം അത് കൂടുതൽ കായ്ച്ചത്.
പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അനിമൽ ബേബീസ് കേപ്പബിൾ ആണ് ഹ്യൂമൻ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഹ്യൂമൻ ബേബീസ് ജനിച്ച ഉടനെ അവര് തന്നെത്താൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻകേപ്പബിൾ ആണ്. അപ്പൊ അനിമൽ ബേബീസിന് ഇൻബോൺ ആയിട്ട് കുറെ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, കുറെ പാറ്റേൺസ് ഉണ്ട്. അതുകൊണ്ടാണ് അവര് ജനിക്കുമ്പോൾ തന്നെ കേപ്പബിൾ ആയി മാറുന്നത്. ഹ്യൂമൻ ബേബീസിനും ഈ പാറ്റേൺസ് ഉണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ആകാൻ ടൈം എടുക്കും. ആ ഒരു പാറ്റേൺ ആണ് നെബുല എന്ന് പറയുന്നത്. നമ്മൾ ഹോം പറഞ്ഞു, ഒരു വൈറ്റൽ എനർജിയാണ്, നമ്മളെ ഒരു പർപ്പസ്ഫുൾ ഒരു നല്ലൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മളെ എനർജി തരുന്ന ഒന്നാണ് ഹോം എന്ന് പറയുന്നത്. നീമി എന്ന് പറയുന്നത് നമ്മളുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. അത് 3 വയസ്സ് വരെയും അൺകോൺഷ്യസ് ആയിരിക്കും. 3 വയസ്സ് കഴിയുമ്പോൾ നല്ല ബോധമുള്ള ഓർമ്മയാകും, കോൺഷ്യസ് മെമ്മറി ആകും. പിന്നെ അനിമൽസിന് ഇൻബോൺ പാറ്റേൺസ് ഉണ്ട്, ജനിക്കുമ്പോൾ തന്നെ അത് ഡെവലപ്പ് ആകുന്നു. ഹ്യൂമൻസിന് അത് കുറച്ച് ടൈം എടുക്കും. അവരുടെ ഉള്ളിൽ ആ ഇൻബോൺ പാറ്റേൺ ഉണ്ട്, പൊട്ടൻഷ്യൽ, ദാറ്റ് ഇസ് നെബുല. അതിനെ ഫിസിക്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട. ഈ നെബുല എന്ന് പറയുന്നത് ഈ വരുന്ന പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യൽ ആണ് ഇപ്പൊ ഒരാൾക്ക് നല്ലപോലെ ഓടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ഒരു കാര്യം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഓർമ്മപ്പെടുത്തണം, എന്നാൽ മാത്രമാണ് ആളത് ചെയ്യുള്ളൂ. അങ്ങനെ വരുമ്പോ ആ ഓർമ്മപ്പെടുത്തുന്നത് നീമിയാണ് ഹോമിനെ കൊണ്ട് നമുക്ക് ആ ഒരു എനർജി തരുന്നത്. ഈ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹോമാണ് പുഷ് ചെയ്യുന്നത്, ഹോമിനെ അത് ഓർമ്മപ്പെടുത്തുന്നത് നീമിയാണ്. ഇതാണ് ഇത് 3ഉം തമ്മിലുള്ള കണക്ഷൻ. എനിക്ക് വളരെ സ്പീഡില് എന്താ പറയാ വീട് ക്ലീൻ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലാവണില്ല, എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ ഉള്ളിലിരുന്ന് ഒരാൾ പറയുവാണ് നിനക്കത് പറ്റും എന്ന് പറയുന്ന ആളാണ് ഹോം എന്ന് പറയുന്നത്. ഹോമിനെ അത് ചെയ്യിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ആളാണ് നീമി. അങ്ങനെ അവരത് ചെയ്യുമ്പം എന്റെ ഉള്ളിലുള്ള നെബുല പുറത്തു വരും, എന്റെ പൊട്ടൻഷ്യൽ പുറത്തു വന്ന് ആ വർക്ക് ചെയ്യും. നീമി ജനറ്റിക് മെമ്മറീസ്. ഇത്രയൊക്കെയാണ് നിങ്ങൾ. മാം ഒരു ഡൗട്ട് ചോദിച്ചിട്ട് മാം, ഈ 0 to 3 years വരെ നീമി അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും, 3 to 6 years ആണോ 3 and above എന്നായിരിക്കോ വരുന്നത്? നമ്മൾ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ കുട്ടികളിലെ ഏജ് സ്പാൻ ഇതാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ശരിക്കും അൺകോൺഷ്യസ് ആണെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് അന്നത്തെ സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും, നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കാരണം വെച്ചാല് ഹസ്ബൻഡ് ഇങ്ങനെ പറയുമായിരുന്നു നിലാവ് ഭയങ്കര പേടിയാന്ന് പറയുമായിരുന്നു. ആദ്യം കേട്ടപ്പോ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി, കാരണം നിലാവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ കവികളൊക്കെ കവിത എഴുതിയിട്ടുണ്ട്, മൂവീസിൽ കുറെ റൊമാൻറ്റിക് സീൻസ് ഒക്കെ നിലാവിലാണല്ലോ കാണിക്കുന്നത്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ മനസ്സിലായി, ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടായി കാണും, അതായിരിക്കും ഈ നിലാവിനോട് ഇത്ര പേടി. നിലാവ് സമയത്ത് നിഴല് ഭയങ്കര കൂടുതലായിരിക്കും, ആൾക്കാരെ പോലെയൊക്കെ നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭീകരജീവിയെ പോലെയൊക്കെ അത് കുഞ്ഞിലെ എങ്ങാനും കണ്ട് പേടിച്ചിട്ടുണ്ടാവും. അതാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായത്, ഭയങ്കര സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കഥകള് ചെറുപ്പത്തിൽ ആളുകൾ കേട്ടിട്ടുണ്ട്. അതായത് റിലേറ്റീവ്സിൽ ആരെങ്കിലും മരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കൗതുകമാണ് അങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയണത്. ആരെങ്കിലും മരിക്കുമ്പം അവരുടെ ആത്മാവ് വന്ന് നിൽക്കുന്നു, വാഴയുടെ അടുത്ത് നിൽക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറുപ്പം തുടങ്ങിയ ആളത് കേട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതൊക്കെ തന്നെയായിരിക്കും ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ പിന്നെ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല, പറഞ്ഞത് അങ്ങനെ കേട്ടതേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവും. പലപ്പോഴും ചില സ്വപ്നങ്ങൾ കാണുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചിലപ്പോൾ ട്രിഗർ ആവുമ്പോഴാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ട്രിഗർ ആവും, നമ്മൾ അറിയില്ല. അങ്ങനെയാണ് ചില സ്വപ്നങ്ങൾ നമുക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ കണ്ട് പേടിക്കുന്ന സ്വപ്നങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. ഈ ഹിപ്നോട്ടിസം അത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് എനിക്കറിയില്ല, കാരണം അവര് ചെയ്യുന്നത് നമ്മളെ ഉറക്കിയിട്ട്, അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യും. ഈ അൺകോൺഷ്യസ് മൈൻഡ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെ എടുത്തിട്ട് അവരത് മാറ്റി കളയുന്നു എന്തൊക്കെയൊക്കെ പറയണേക്കും. അത് എത്രത്തോളം സയന്റിഫിക് ആണെന്നറിയില്ല, പക്ഷെ ചിലരിൽ റിസൾട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നു, അറിയാം. നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ജനിച്ചപ്പോ തുടങ്ങി എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ ഡിഫറൻസസ്, മെന്റൽ ഡിഫറൻസസ്, അതൊക്കെ നിങ്ങൾക്കറിയാലോ.
കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ ഇൻഡിവിജ്വൽസും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഡിഫറെന്റ് ആയിരിക്കും. ഈവൻ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കുറെ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലെ. അവരുടെ ഒരു പക്ഷേ കാഴ്ചയിലായിരിക്കണം എന്നില്ല, ചിലപ്പോ ബുദ്ധിപരമായ കാര്യങ്ങളിലായിരിക്കും. ചിലര് അക്കാദമിക്സ് ബ്രില്യൻസ് കാണിക്കുകയാണെങ്കിൽ ചിലര് ആർട്ടിസ്റ്റിക് വേയിലായിരിക്കും. ഇൻഡിവിജ്വൽസ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാകും. ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, അതൊക്കെയാണ് ഫിസിക്കലി വരുന്ന ഡിഫറൻസസ്. കണ്ണിന്റെ കളറ്, പിന്നെ കൈ കാലിന്റെ ഒക്കെ സൈസ്, പിന്നെ മൗത്തിന്റെ ഷേപ്പ്, മൂക്കിന്റെ ഷേപ്പ്, ഫേഷ്യൽ എക്സ്പ്രഷൻ. ചില ആളുകളുടെ മാനറിസം ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഐഡന്റിറ്റി അല്ലെ. അവരുടെ ഒരു മാനറിസം ഉണ്ടാവും, അതായിരിക്കും അവരുടെ ഒരു ഐഡന്റിറ്റി. പിന്നെ സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, ഹെയർ സ്റ്റൈല്, അതെല്ലാം ഫിസിക്കൽ ഡിഫറൻസ് വരും. മെന്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എബിലിറ്റീസ്, കപ്പാസിറ്റീസ്, ആ ഒരു നമ്മളുടെ ഒരു കീൻ നോളജ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതികൾ, അതെല്ലാം ഇതിൽ വരുന്നു. അവിടെ കുറിച്ചൊരു ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. മറ്റേ ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാര്യമില്ല. ഇപ്പൊ ബുദ്ധി എല്ലാ മനുഷ്യരിലും ഒരുപോലെ ആണെന്നില്ല. അതുകൊണ്ട് ചിലർക്ക് IQ കൂടുതലായിരിക്കാം, ചിലർക്ക് IQ ഒരു മോഡറേറ്റ് ആയിരിക്കും, ചിലർക്ക് ലോ ആയിരിക്കും, ചിലർക്ക് അവരുടെ ചില സെൻസസ് ഷാർപ്പ് ആകണമെന്നില്ല, ചില സെൻസ് ഡിഫോമിറ്റി ഉണ്ടായിരിക്കും. ഇപ്പൊ കാഴ്ച കുറവുള്ള ഒരു മനുഷ്യനുണ്ടാവും, അയാൾക്ക് ഒരു പക്ഷെ വേറെ കേൾവി ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളുടെ സെൻസസിന്റെ ആ ഒരു പവറും ഡിഫറെന്റ് ആയിരിക്കും. മെന്റൽ ഡിഫറൻസിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും. ചിലരുടെ ഭയങ്കര ബുദ്ധിയായിരിക്കും, ചിലപ്പോ ലാംഗ്വേജ് ഏരിയയിലായിരിക്കും ഭയങ്കര ബ്രൈറ്റ്, ചിലരുടെ മാത്തമാറ്റിക്കൽ ഏരിയയിലായിരിക്കും ബ്രൈറ്റ്, ചിലർക്ക് ആർട്സ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് ടെക്നിക്കലായിരിക്കും താല്പര്യം. തിയറി ആയിട്ടൊന്നും അറിയില്ലെങ്കിലും ടെക്നിക്കലി അവർ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതൊക്കെ മെന്റൽ ഡിഫറൻസിൽ വരുന്നു. പിന്നെ മൂവ്മെന്റ്സ്, നമ്മുടെ മോട്ടോർ എബിലിറ്റി, മൂവ്മെന്റ്സിന്റെ കാര്യത്തില് റിയാക്ഷൻ ടൈം. പിന്നെ ചിലര് പറയില്ലേ ട്യൂബ് ലൈറ്റ് ആണ്, സ്ലോ ആണെന്ന്. ചിലർ റെസ്പോണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ പതുക്കെ ആയിരിക്കാം, ചിലരുടെ പ്രോംപ്റ്റ് ആയിരിക്കും, ഭയങ്കര അലർട്ടായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. പിന്നെ മസിൽസിന്റെ മൂവ്മെന്റ്, പിന്നെ ക്ഷീണം, ചിലർക്ക് ആ ഒരു വീക്ക്നെസ് വരില്ല. ഇപ്പൊ സ്പോർട്സിലൊക്കെ, ഗെയിംസിലും സ്പോർട്സിലും അത്ലറ്റിക്സിലും ഒക്കെ ഉള്ള പ്ലെയേഴ്സ്, അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു സ്പീഡ്, അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു പക്ഷെ ആ സ്പീഡ് ആയിരിക്കും. അവരുടെ മസിൽസിന്റെ മൂവ്മെന്റ്, അവർക്ക് ആ ഒരു ക്ഷീണം ഇപ്പൊ ഇത്ര മണിക്കൂറിൽ നിന്ന് കളിക്കാനൊന്നും അവർ ടയേർഡ് ആകുന്നില്ല. അവരുടെ സ്റ്റാമിന നമ്മൾ പറയും അല്ലെ, ഒരു വിൽ പവർ. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ കായികക്ഷമത പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നോക്കാനാണ്, മോട്ടോർ എബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കാനായിട്ട്. പിന്നെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും, നിങ്ങളുടെ താല്പര്യങ്ങളും അഭിരുചിയും. ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും പലപ്പോഴും അതൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ഗ്രൂപ്പിൽ ഇരിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും, ചിലർക്ക് ഗ്രൂപ്പ് അത്ര തന്നെ ഇരിക്കാനായിരിക്കും താല്പര്യം. അതിന്റെ അർത്ഥം അവരങ്ങോട്ട് ഇൻഫീരിയർന്നോ ഇൻട്രോവേർട്ട് എന്നൊന്നുമല്ല. തന്നെ ഇരിക്കുമ്പോൾ മേ ബി അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവുമായിരിക്കും, അവർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. ചിലര് ഇതില് രണ്ടിലും പെടുന്ന ഒരു ആൾക്കാരാണ് വെച്ചാൽ ഒരു ഗ്രൂപ്പിലും അവര് മേജാവും, തന്നെയാണെങ്കിലും അവർ ഓക്കെയാണ്. അങ്ങനെ രീതിയിൽ ഞാൻ ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. കാരണം എനിക്ക് ഗ്രൂപ്പിനേക്കാളും കൂടുതൽ തന്നെ ഇരുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് കുറച്ചുകൂടെ താല്പര്യം. കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്ന് കരുതി ഞാനൊരു പാർട്ടി സ്പോയിലർ അല്ല, ഗ്രൂപ്പിലും ഞാൻ വളരെ മേജ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഓക്കെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഗ്രൂപ്പ് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് മോണ്ടിസോറി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഗ്രൂപ്പിലും ഞാൻ കുഴപ്പമില്ലാതെ മേജായി തുടങ്ങിയത്. ചില ആളുകൾ സോഷ്യൽ ഗ്യാതറിങ്സ് ഒഴിവാക്കും അല്ലെ. അപ്പൊ അതൊക്കെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, അത് പലർക്കും പല രീതിയിലായിരിക്കും അല്ലെ. പല ഐഡിയോളജി ഉള്ളവരുണ്ടായിരിക്കും, പല ഒപ്പീനിയൻസ് ഉള്ളവരുണ്ടായിരിക്കും, ഐഡിയാസ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പറയില്ലേ നമ്മളുടെ ഒരു വൈബ് അല്ലാന്ന്. ഇപ്പൊ വൈബ് എന്നുള്ള വാക്കിലോ യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെയൊക്കെ സമയത്ത് വേവ് ലെങ്ത് എന്നായിരുന്നു, ഇപ്പൊ വൈബ് എന്നാണ്. നമ്മുടെ ഒരു വൈബിലുള്ള ആളല്ല നമ്മൾ പറയില്ലേ. പല ഡിഫറെന്റ് ഐഡിയോളജിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അതിപ്പോ ചിലപ്പോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അങ്ങനെയുള്ള ഫിലോസഫീസ്, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. പിന്നെ ഇമോഷണൽ ഡിഫറൻസസ്, അത് എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലരുടെ കണ്ണുകളിലായിരിക്കും ഇമോഷൻസ് വരുന്നത്, ചിലരത് ആക്ഷൻസിലൂടെ ആയിരിക്കും. കഴിഞ്ഞ ബാച്ചിന്റെ കോൺവെക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് സെറമണി നടക്കുകയാണ് കേട്ടോ. സ്റ്റേജിൽ നിന്നിട്ട് കുട്ടിയുടെ പേര് മറന്നുപോയി,
എല്ലാരും ഗൗൺ ഇട്ടല്ലേ വരുന്നേ. നമ്മൾ സർട്ടിഫിക്കറ്റ്സും അവരുടെ മൊമറ്റോയും അങ്ങനെ മെഡലും ഒക്കെ കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ 2-3-4 ടീച്ചേഴ്സ് ഉണ്ട്, പ്രസിഡന്റ് ജയദേവ് സാറൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം ഗൗൺ ഇട്ടിങ്ങനെ നിൽക്കുക. ഒരു കുട്ടി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിയിരുന്നു. ഏറ്റവും അറ്റത്ത് ഞാൻ നിൽക്കുക. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ ഹഗ് ചെയ്തോളാം. ആ കുട്ടിയുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നപ്പം കണ്ണിൽ അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പ്രസീവ് വേ. അത് ഓരോരുത്തരുടെ ആക്സെപ്റ്റൻസ് അനുസരിച്ച്. ഓക്കെ, ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹോളിയുടെ ടൈം ആവുമ്പോൾ കോളേജിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, രംഗോളി എന്ന് പറഞ്ഞിട്ട് കളർ പൊടികൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമല്ലോ. ഇത് കഴിയുമ്പോ എല്ലാവരുടെ കയ്യിലും ഗ്ലിറ്റർ പൗഡർ ഉണ്ടാകും. ഈ ഗ്ലിറ്റർ നമുക്ക് ഏതോ ഒരു വെക്കേഷൻ ആകുമ്പോഴെങ്ങാണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ തിരഞ്ഞെന്ന് തോന്നുന്നു. ഈ ഗ്ലിറ്റർ പൗഡർ എല്ലാരും ദേഹത്ത് തുടങ്ങി. ഒരു പെൺകുട്ടി മാത്രം ആരെയും അനുവദിച്ചില്ല. പെൺകുട്ടികളെയും സമ്മതിച്ചില്ല, ആൺകുട്ടികളെയും സമ്മതിച്ചില്ല. അങ്ങനെ മേത്ത് തേക്കാനായിട്ട് കുട്ടികൾ എന്റെ കയ്യിലേക്ക് തന്നോളൂ, ഞാൻ തന്നെ തേച്ചോളൂ. അപ്പൊ അത് ഓരോരുത്തരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ഇമോഷണൽ ഡിഫറൻസും ആണ്. വേറൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല കുട്ടികൾ അത് ചെയ്യുന്നത്. അപ്പൊ ചിലര് അനുവദിക്കില്ല. ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടേന്നോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും ചിലപ്പോ ചെറിയ ഷെയ്ക്കാൻ്റെ മതി. മീൻസ് ആ ഒരു ആൺപെൺ അതല്ല പറഞ്ഞത്, ചിലർക്ക് അവരുടെ ഒരു രീതി എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ കുട്ടി ചെയ്തത്. എനിക്കും അത് പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. നെഗറ്റീവ് ഇമോഷൻസ് അത് മോർ പവർഫുൾ ആകാതെ ശ്രദ്ധിക്കുക എല്ലാവരുടെ കാര്യത്തിലും. ലൈക്ക് നമുക്ക് പലപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് വരാം, അത് റിഫ്ലക്ട് ചെയ്യാതെ നോക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് ഇമോഷൻസും നമ്മൾ കാണാൻ ചാൻസസ് ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ഈ പറയുന്ന ലവ്, അഫെക്ഷൻ, കമ്പാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാം. ചിലർ ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും, മെച്യൂർ ആയിരിക്കും. ചിലർ പക്ഷെ അൺസ്റ്റേബിളും ചൈൽഡിഷും ആയിരിക്കും. ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ആണ് പലപ്പോഴും ഈ നമ്മൾക്ക് മെന്റൽ ഹെൽത്ത് ലോ ആവുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു ഇമോഷണൽ വെൽനസ് അത്രയും നല്ലത് തന്നെയാണ്. നമ്മൾ മെന്റലി നമ്മളുടെ ഹെൽത്ത് ഹൈ ലെവലിൽ തന്നെയാണ്. ഇമോഷണലി അൺസ്റ്റേബിൾ ആവുമ്പോഴാണ് പല ഇഷ്യൂസും വരുന്നത്. ലൈക്ക് നമുക്ക് ഒരു സൈക്കോളജിക്കലി നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്ന സമയത്തൊക്കെ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി വരാനുള്ള ചാൻസസ്. ആ സമയത്ത് നമ്മളുടെ പ്രവൃത്തി ഭയങ്കര ഇമ്മച്യൂർ ആകാനുള്ള ചാൻസ്. അപ്പം ടേംസിൽ അത്രയൊക്കെ ഉള്ളൂ. അഡാപ്ഷൻ, പിന്നെ ഹോം, നീമി, നെബുലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആ ഒരു ഫിസിക്കൽ ഡിഫറൻസസോ മെന്റൽ ഡിഫറൻസസിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരും. ഇനി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് 7th യൂണിറ്റ് പാർട്ട് 3-ലെ പ്രിപ്പയർഡ് എൻവയോൺമെന്റില് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എൻവയോൺമെന്റ് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ സെക്കൻഡ് ലൈഫാണ് ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോ എൻവയോൺമെന്റ് എങ്ങനെയുള്ള, ഞാൻ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഒന്ന് നോക്കാട്ടോ. ഒരു നറിഷിംഗ് പ്ലേസ് ആയിരുന്നു മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒരു നറിഷിംഗ് പ്ലേസ് ആണ്, ലവിങ് പ്ലേസ് ആണ്, അല്ലെ? കുട്ടികൾക്ക് നല്ലൊരു ഹാപ്പി ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതെല്ലാമായിരുന്നു ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കുട്ടികളെ റെസ്പെക്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തിനൊക്കെയാണ്? ആ എൻവയോൺമെന്റിൽ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യണം, ആ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യണം, ആ സറൗണ്ടിങ്സിനെ. അതുപോലെ ഹിംസെൽഫ്, ഹെർസെൽഫ്, അവനെയും റെസ്പെക്ട് ചെയ്യണം, അവന്റെ ചുറ്റുമുള്ള മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്യണം. പിന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് പലതും ഓട്ടോ കറക്ഷൻ വരുന്നതാണ്, ഓട്ടോ എഡ്യൂക്കേഷൻ വരുന്നതാണ്. തന്നെത്താനെയാണ് കുട്ടികൾ പഠിക്കുന്നത്, തന്നെത്താനെയാണ് അവരവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുന്നത്. അതായത് കൺട്രോൾ ഓഫ് എറേഴ്സ്. ആദ്യം ചെയ്തു ശരിയായില്ല, രണ്ടാമത് ചെയ്തു ശരിയായില്ല, മൂന്നാമത് ചെയ്തു ശരിയായില്ല, നാലാമത് ചെയ്ത കുട്ടിക്ക് ശരിയായി.
അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആരും അവനെ കറക്റ്റ് ചെയ്തില്ല. ഓട്ടോ കറക്ഷൻ ആയിരുന്നു, ഓട്ടോ എഡ്യൂക്കേഷൻ ആയിരുന്നു. നെക്സ്റ്റ് ടൈം അവൻ ചെയ്യുമ്പോൾ ആദ്യത്തെ മിസ്റ്റേക്ക് വരില്ല. സോ കൺട്രോൾ ഓഫ് എറേഴ്സ്. പിന്നെ കുട്ടി ശരിക്കും അവിടെ ആക്ടിവിറ്റി ചെയ്യുവാണ്, വർക്ക് ചെയ്യുക, പക്ഷെ അവൻ അതൊരു പ്ലേ ആണ്, വർക്ക് ടു പ്ലേ. മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ്. ഓട്ടോ എഡ്യൂക്കേഷൻ, ഓട്ടോ കറക്ഷൻ, കൺട്രോൾ ഓഫ് എറേഴ്സ്, വർക്ക് ടു പ്ലേ. അല്ലെ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അപ്പൊ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ഫ്രീഡം. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നതാണോ, അതായത് വാട്ട് വി തിങ്ക് ടു ഡു, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്യാം, അതല്ല. ഡൂയിങ് വാട്ട് വി ലൈക്ക്, അതും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളത്, അതുമല്ല. വി ലൈക്ക് വാട്ട് വി ഡു, ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടും. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു കുട്ടി പറഞ്ഞതാണ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർക്ക് ആക്ടിവിറ്റി ചെയ്യാൻ, ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കും. ആ ഫ്രീഡം കൊടുത്തവരെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരതിനെ ഇഷ്ടപ്പെടും. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടും. വി ലൈക്ക് വാട്ട് വി ഡു. കാരണം ഈ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോ എന്താ പറയാ, ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് മലയാളത്തിലേക്ക് ആക്കി കുട്ടികൾ ചെയ്തപ്പോ ഓൾ ഓഫ് ദീസ് എന്ന് പലരും മാർക്ക് ചെയ്തു. വാട്ട് വി തിങ്ക് ടു ഡു, ഡൂയിങ് വാട്ട് വി ലൈക്ക്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുന്നു. വി ലൈക്ക് വാട്ട് വി ഡു, ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. ഓൾ ഓഫ് ദീസ് ഇതായിരുന്നു ഓപ്ഷൻ. അപ്പോ നല്ലപോലെ അറിയാവുന്നവർ വരെ അത് തെറ്റിച്ചു, ഓൾ ഓഫ് ദീസ് എന്നായി. ശരിക്കും നമ്മൾ ചെയ്യുന്നതിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുട്ടിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുക്കുന്നു, അവൻ അതിരുന്ന് ചെയ്യുന്നു. ഇഷ്ടമുള്ളതാവുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്യും. അപ്പൊ ഫ്രീഡം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് അവിടെ ഫ്രീഡം. പിന്നെ മോണ്ടിസോറി പറയുന്നതിനനുസരിച്ച് കുട്ടിയെ ഇൻസ്പയർ ചെയ്യുന്നത്, എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് നേച്ചറാണ്. നേച്ചറാണ് കുട്ടിയെ ഇൻസ്പയർ ചെയ്യുന്നത്. സംടൈംസ് ഓപ്ഷൻസ് കൊടുക്കാം. സിബ്ലിങ്സ്, പിയർ ഗ്രൂപ്പ്, പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചർ, ഓവർ ഇറ്റ് ഈസ്. നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നും ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ, പക്ഷെ എപ്പോഴും കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നേച്ചർ തന്നെയാണ്. അവർക്ക് പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതിൽ നിന്ന് ഓരോന്ന് കണ്ടാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. സോ ആൻസർ നേച്ചർ ആയിരിക്കും. പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റില് എക്സ്പ്ലോഷൻ പോലെ വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് കുട്ടികളുടെ റീഡിങ്ങും റൈറ്റിങ്ങും. അത് നിർബന്ധപൂർവ്വം അവരെ കൊണ്ട് ചെയ്യിച്ചതല്ല, അതെല്ലാം അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പ്ലോഷൻ പോലെ വന്നതായിരുന്നു റീഡിങ് ആൻഡ് റൈറ്റിംഗ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ നറിഷിംഗ് പ്ലേസ്, ലവിംഗ് പ്ലേസ്, ലവിംഗ് ഏരിയ, ചൈൽഡ് ഫ്രണ്ട്ലി. ഇതെല്ലാം ആണ് അല്ലെ. നറിഷിംഗ് പ്ലേസ് ആണ്, ലവിംഗ് ഏരിയ ആണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. മോണ്ടിസോറി മെറ്റീരിയൽസ് ബേസ് ചെയ്യുന്ന കൺസെപ്റ്റ് റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആണ്. ആർട്ടിഫിഷ്യൽ അല്ല, ഇമാജിനറി അല്ല, ഫാന്റസി അല്ല, റിയാലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി, നമുക്കറിയാം നമ്മളൊരു ടീച്ചർ ആണെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഒക്കെ വേണം. പക്ഷെ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഗ്രേറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ. ബാക്കിയെല്ലാം അതിനുശേഷം. ഒബ്സർവേഷൻ ആണ് ഒരു ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ മറിയ മോണ്ടിസോറിയുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഫോക്കസ് ചെയ്യണം, അവനവനെ തന്നെ അല്ലെ, ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ സിലബസും സൊസൈറ്റിനെയും ടീച്ചിങ് എയ്ഡിനെയും ഒന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ, ആ ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തിരിക്കണം. ഒരേ കാര്യമായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ കിട്ടുന്നത്, പക്ഷെ അത് ഓരോരുത്തരും അതിനെ ഉൾക്കൊള്ളുന്നത് ഓരോ രീതിയിലായിരിക്കും അല്ലെ. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ പോകണം, ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കും.
മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളുടെ ആ ഒരു എൻവയോൺമെന്റിൽ വരുന്ന കുട്ടികളുടെ ഏജ് സ്പാൻ എത്ര വർഷമാണ്? 3 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ 3 ഇയേഴ്സിന്റെ ഏജ് സ്പാൻ ആണ് വരുന്നത്. പിന്നെ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. മോണ്ടിസോറി മെത്തേഡില് കുട്ടികളിൽ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണോ? ഡയറക്ടേഴ്സ് ആണോ? ടീച്ചിങ് അസിസ്റ്റന്റ് ആണോ? അല്ല, എൻവിയോൺമെന്റ് ആണ്. ആ ഒരു എൻവിയോൺമെന്റ് ആണ് അവരിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്, അല്ലെ? അതിലെ ഡിഫറൻസ് മാത്രം പഠിച്ചാൽ മതി അല്ലേ മാം? ട്രഡീഷണൽ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നല്ലപോലെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ എല്ലാ ക്വസ്റ്റ്യന്റെയും കൂടെ ഞാൻ ഏറ്റവും ലാസ്റ്റ് മീൻസ് പാർട്ട് 3-ലെ 2 പേപ്പർ മെയിൻ ക്വസ്റ്റ്യൻസ് ഞാനാണ് എടുക്കുന്നത്. അപ്പൊ അതില് ഞാൻ 2-ലും ഞാൻ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. മറിയ മോണ്ടിസോറിയുടെ ഫേമസ് കോട്ട് ഞാൻ തരും. അതിൽ ഏതെങ്കിലും ഒരു വേർഡ് ബ്ലാങ്ക് ആയിരിക്കും, അത് നിങ്ങൾ ഫിൽ ചെയ്യണം. പേടിക്കേണ്ടത് വെച്ചിട്ട് മറിയ മോണ്ടിസോറിയുടെ കോട്ട് മുഴുവൻ എടുത്ത് പഠിക്കണ്ട കേട്ടോ. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എ ചൈൽഡ് നീഡ്സ് dash within limits. Complete the famous quote of Dr. Maria Montessori. Dependency. Yes. അതാണ് ക്വസ്റ്റ്യൻ വായിച്ച ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവും. ആ ഒരു ലിങ്ക് കിട്ടും. അല്ലാതെ കോഡ്സ് എടുത്ത് ആരും ഓടിപ്പോയി കുറേ കോഡ്സ് വായിച്ചു നോക്കണ്ട. കാരണം അവരൊരു ഇറ്റലിക്കാരി ആയതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷ് ഇത്തിരി നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്, അതുമായി റിലേറ്റ് ചെയ്ത കോഡ്സ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എ ചൈൽഡ് നീഡ്സ് ഡാഷ് വിത്തിൻ ലിമിറ്റ്സ് ഫ്രീഡം. പിന്നെ അനിമൽസിൽ നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻബോൺ പാറ്റേൺസ്. അതിന് പകരം ഹ്യൂമണിലുള്ളത് എന്താണ്? നെബുല. യെസ്, നെബുല. പിന്നെ നമ്മൾ മെന്റൽ ഡിഫറൻസും ഫിസിക്കൽ ഡിഫറൻസും പറഞ്ഞു അല്ലെ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് വൺ ഈസ് ദി മെന്റൽ ഡിഫറൻസസ്? ഫേഷ്യൽ എക്സ്പ്രഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഹെയർ സ്റ്റൈൽ, ഷേപ്പ് ഓഫ് മൗത്ത്. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ബാക്കിയെല്ലാം ഫിസിക്കൽ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. പിന്നെ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യുന്നു വെൻ വി സ്ലീപ്പ്. റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോഡൽ ഏതാന്ന് എനിക്കറിയില്ല. ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണോ എന്ന് അറിയില്ല കേട്ടോ. ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻ പേപ്പർ. മാം ഇന്ന് ഗ്രൂപ്പിൽ വന്ന കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചോദിക്കുന്നത്. ആ ഗ്രൂപ്പിൽ ഏത് ക്വസ്റ്റ്യൻസ് ആയിട്ടേന്ന് എനിക്കറിയില്ല. എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഒരു 100 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 2-3 ബാച്ചസിന് കൊടുത്തിരുന്നു. ഫുൾ മോഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻസ് 100 നമ്പേഴ്സ് അങ്ങനെ ഒരു എക്സാം നടത്തിയിരുന്നു. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് ആ ഫുൾ മോഡ്യൂൾ 1-ന്റെ 100 ക്വസ്റ്റ്യൻസ്. പിന്നെ സ്പോണ്ടേനിയസ് ഡാഷ് ഈസ് വൺ ഓഫ് ദി ഫ്രൂട്ട്സ് ഓഫ് ലിബർട്ടി. ഡിസിപ്ലിൻ ആണ്. പിന്നെ മോണ്ടിസോറി ക്ലാസ്സില് the children in Montessori class the children acquire dash discipline. എങ്ങനെയുള്ള ഡിസിപ്ലിൻ ആണ് മോണ്ടിസോറി ക്ലാസ്സിൽ കിട്ടുന്നത്? Spontaneous self-discipline. ഓക്കെ, ഇതിനകത്ത് ഓപ്ഷൻ വന്നിരിക്കുന്നത് സോഷ്യൽ, കൺട്രോൾഡ്, ഫോഴ്സ്ഡ്. നിങ്ങളുടെ സൊസൈറ്റി ഓഫ് കൊഹിഷൻ എന്നാന്ന് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. സൊസൈറ്റി ബൈ കൊഹിഷൻ എങ്ങനെയാണ് ഒക്കർ ചെയ്യേണ്ടത്? സൊസൈറ്റി ബൈ കൊഹിഷൻ ഷുഡ് ഒക്കർ ഡാഷ് എമംഗ് ചിൽഡ്രൻ. കുട്ടികളിൽ എങ്ങനെ ഉണ്ടാവണം അത്? അവിടെ കുറേ കാര്യങ്ങൾ, കുറേ ക്വാളിറ്റീസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ.
അതായത് കോർഡിനേഷൻ, നോർമലൈസേഷനോ? മ്യൂച്വൽ എയ്ഡ് Normalization ആണോ? ഡെവലപ്പ് ചെയ്യുന്നത് മാം. നാച്ചുറലി മ്യൂച്വൽ മ്യൂച്വൽ എയ്ഡ് ഡെവലപ്സ് നാച്ചുറൽ. അതാണ്. നാച്ചുറൽ ആയിട്ടാണ് അവരിൽ അതെല്ലാം ഉണ്ടാകുന്നത് അല്ലെ. അല്ലാണ്ട് ആരും ട്രെയിൻ ചെയ്തിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ കൺട്രോൾ ചെയ്തിട്ടോ ഒന്നുമല്ല അവിടെ അവർക്ക് മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ ലവും റെസിപ്രോക്കൽ ഇതൊന്നും കിട്ടുന്നത്. ഓപ്ഷൻ ഞാൻ പറയാത്തോണ്ടോ, ഓപ്ഷൻ പറഞ്ഞിരുന്നേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയ. മാം ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയുമോ? Society by cohesion should occur dash among children. Naturally, forcibly by controlling through training. ഇതാണ് ഓപ്ഷൻ കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് ആൻസർ എന്നുള്ളത്. നമുക്കിപ്പോ ചെറിയൊരു ഐഡിയ ആണ് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ളതെങ്കിലും നമുക്കത് പെട്ടെന്ന് പിടികിട്ടും. പിന്നെ മറിയ മോണ്ടിസോറിയുടെ എയിം എന്തായിരുന്നു? എങ്ങനെയുള്ളൊരു വേൾഡ് ആയിരുന്നു അവരുടെ ഒരു എയിം? ഹാർമണി, പീസ് ആൻഡ് ഹാർമണി. Peace. പിന്നെ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, a child's mind and body should be worked in dash. യൂണിസൺ. Unison, yes. Dash is encouraged in class through working together. ഹാർമണിയാണ്. ഓപ്ഷൻ പറയാത്തത് നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബേബീസിനെ അനിമൽ ബേബീസിനെ കമ്പയർ ചെയ്യുമ്പോൾ അനിമൽ ബേബീസ് മോർ കേപ്പബിൾ ആണ്, പക്ഷെ ഹ്യൂമൻ ബേബീസ് കേപ്പബിൾ അല്ല. അങ്ങനെ വന്നപ്പോൾ മറിയ മോണ്ടിസോറി ആ ഹ്യൂമൻ ബേബീസിന് ഒരു സൈക്കിക് പാറ്റേൺ ഉണ്ട്. അതിനെ എന്ത് പേരിട്ടാണ് വിളിച്ചത്? സ്പിരിച്വൽ എംബ്രിയോ. സ്പിരിച്വൽ എംബ്രിയോ. Man builds himself through വർക്കിംഗ്. വർക്ക്. ഇത്രയൊക്കെ ചോദിക്കാനാണെന്നും അല്ലാതെ നമ്മൾ ഓരോ സെന്റൻസ് എടുത്ത് ഇങ്ങനെ, കാരണം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ ഇടുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തോരം അവയർനെസ് ഉണ്ടെന്നുള്ള രീതിയിൽ, അല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടില്ല. ഇതൊക്കെ ചോദിക്കാൻ ഉള്ളൂ. ഇതൊക്കെ മെയിൻ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചോദിക്കാനുള്ളൂ. ഇതിൽ കൂടുതൽ മാറ്റി മറിച്ച് ചോദിക്കാനൊന്നുമില്ല. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഇംപ്രൂവ്സ് ദ ചൈൽഡ്സ് dash mutual belief, concentration, inner discipline, all of this. All of Yes. The qualities for character formation should come from dash teaching, training, experiences and exercises, strict discipline. എക്സ്പീരിയൻസ് ആൻഡ് question ഒന്നുകൂടെ പറയോ? പറയാം. The qualities for character formation should come from dash. Options: teaching, training, experiences and exercises, strict discipline. അതൊക്കെ ഓപ്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ എന്താ കാര്യങ്ങൾ എന്നറിയാം. കുട്ടികളെ ആക്ടിവിറ്റീസിലൂടെ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നു. സോ എക്സ്പീരിയൻസസ് ആൻഡ് എക്സസൈസസ്. അവിടെ ടീച്ചിങ് ഇല്ല, ഭയങ്കര ട്രെയിനിങ്ങോ സ്ട്രിക്ട് ഡിസിപ്ലിനോ ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ടെക്സ്റ്റ് വായിക്കുന്നതിനേക്കാളും നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ലൈക്ക് അവിടെ നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് പല പ്രാവശ്യം. The child starts learning through their dash emotions, thoughts, 5 senses, materials. 5 സെൻസസ്. ഇതെല്ലാം a Montessori facilitator offers dash to each child: warmth, security, stability, all of this. All of this. Next, which one is a motor ability? നമ്മുടെ ടേംസിൽ വരുന്നതാണ് മോട്ടോർ ഡിഫറൻസസിൽ. റിയാക്ഷൻ ടൈം, സ്പീഡ് ഓഫ് ആക്ഷൻ, റെസിസ്റ്റൻസ് ടു ഫാറ്റിക്, all of this. All of this.
Dash is a physical trait, height, color of skin, color of eye. All of All of ഓക്കെ, അങ്ങനെ പിന്നെ ഇതെല്ലാം അറിയാലോ. ഡെവലപ്മെന്റിലെ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് അതൊക്കെ അറിയാലോ അല്ലെ? ആ ഡൗട്ട്സ് ഇല്ലല്ലോ. മാം, ആ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ മെത്തേഡ്സ് ഒക്കെ ചോദിക്കുമോ മാം? മറ്റേ ഇൻട്രോസ്പെക്ഷൻ അതൊക്കെ നോക്കണോ? അത് അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ഇടുന്നേ. മാം എന്നാ റിവിഷൻ ചെയ്തപ്പോ എങ്ങനെയായിരുന്നു അതൊക്കെ ഫോക്കസ് ചെയ്ത് പറഞ്ഞിരുന്നു? ജസ്റ്റ് അത് നോക്കാൻ പറഞ്ഞു. ജിഷ ടീച്ചർ പറയും പറഞ്ഞത്. ബാക്കി മിസ് എടുത്ത പോർഷൻ ആയിരുന്നു അത്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ടീച്ചറാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുക്കുന്നത്. മിസ്സാണ് ക്വസ്റ്റ്യൻ എടുക്കുന്നത് കേട്ടോ. ആ പാർട്ട് 3 ആണ് മെയിൻലി ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. കാരണം വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ. പാർട്ട് 3 അറിയില്ല. നെക്സ്റ്റ് മാം കമ്മ്യൂണിക്കേഷന്റെ ഒന്ന് പറയുക. കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ 4 കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പാർട്ട് യൂണിറ്റ് 4 4. ആണ്. പാർട്ട് 4 ആണ്. പാർട്ട് 4 നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്നെയൊന്ന് അറിയിക്കണം. ഞാൻ എടുക്കാത്ത ചാപ്റ്റർ ആണെങ്കിൽ എനിക്കതൊന്ന് നോക്കേണ്ട വരും. ഏത് പോർഷനാ? എന്റെ നോട്ട്സും ഇല്ല, റെസ്പോൺസ് വൈസ് PDF ഇല്ല, എടുക്കേണ്ട വരും. കമ്മ്യൂണിക്കേഷനിൽ എന്താ ഡൗട്ട്? എടുത്തോട്ടെ കേട്ടോ. ഏത് ചാപ്റ്റർ എന്ന് എന്നോടൊന്ന് പറയോ? പാർട്ട് യൂണിറ്റ് 4 യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ പാർട്ട് 4 യൂണിറ്റ് 4 അല്ലേ? 166ാമത്തെ. എന്റെ കയ്യിൽ അതിന്റെ PDF ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. യെസ്, ഞാൻ ഒരു ബാച്ചിനും എടുക്കാത്ത ഒരു പാർട്ടാണത്, പാർട്ട് 4. ഫസ്റ്റ് ബാച്ചിന് 1-2 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഈ ഭാഗം തൊട്ടിട്ടില്ല. യൂണിറ്റ് 4 അല്ലേ? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണോ? ഏതായിരുന്നു അതിനകത്ത് വേണ്ടത്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ അതാണോ? ജസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ അതൊക്കെ നോക്കണം. പേഴ്സണൽ ഓർ ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ. എനിക്കൊരു മെസ്സേജ്. സൈക്കിള് ഇമ്പോർട്ടന്റ് ആണോ മാം? കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആരാ ഈ പാർട്ട് എടുത്തത്? അപർണ മാം. മാം എടുത്ത രീതിയിലായിരിക്കും മാം ക്വസ്റ്റ്യൻസ് ഇടുന്നത്. എനിക്ക് അതുകൊണ്ട് എങ്ങനെയാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. മോക്ക് ടെസ്റ്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് മാം. അതായത് ഇത് ഇന്നതാണ് ആൻസർ വരുന്നത്. എക്സാം ഇപ്പൊ ടൈം 2 ആണെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ സൈക്കിളിൽ ഈ ഒരു പിക്ചർ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അശ്വതി മിസ് എടുത്തിട്ടുള്ള ബാച്ചുകൾക്ക് ഇത് എക്സാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അപർണ മിസ് അല്ല എടുത്തത്. അപ്പൊ മാമിന്റെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് എന്തായാലും വരിക. കമ്മ്യൂണിക്കേഷൻ ഞാൻ മനസ്സിലാക്കിയത് ടീച്ചിങ് എന്നുള്ള ആ ഒരു ഫീൽഡിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ? പാരന്റ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മാനേജ്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളല്ലേ നിങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നത്? അതെ മാം. യെസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരാള് സംസാരിക്കുമ്പോൾ അയാള് സെന്റർ ആയിട്ടും പോകുന്നത് ഒരു മെസ്സേജും അതിന് പോകുന്ന ഒരു ചാനലും അത് റിസീവർ സൈഡിൽ എത്തുന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ശരിക്കും ഇലക്ട്രോണിക്സുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ആ രീതിയിലാണ് ഇതിനകത്ത് കമ്മ്യൂണിക്കേഷന്റെ സൈക്കിൾ പിക്ചർ വരച്ചിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ എനിക്ക് മനസ്സിലായതാണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ആധികാരികമായി പറയാൻ അറിയില്ല. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതിന്റെ ക്ലാരിറ്റി. ക്ലാസ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് അല്ലേ? കമ്മ്യൂണിക്കേഷനിലെ ഏത് ഭാഗം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറയുവാണെങ്കിൽ നന്നായിരുന്നു. ഞാൻ ടീച്ചറോടൊന്ന് പറയാം, അപർണ മിസ്സിനോട് പറയാം എന്താണ് അവർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്.
ഞാൻ ടീച്ചർ മൺഡേ നിങ്ങൾക്ക് സെഷൻ വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഈ എൻകോഡ് ഡീകോഡ് എന്ന് പറയുന്നത് എന്താ ലാംഗ്വേജ് ആണോ ഉദ്ദേശിക്കുന്നത്? എൻകോഡ് ഡീകോഡ് ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പൊ ഞാനൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് അത് മനസ്സിലാക്കി എടുക്കുന്നു, ദാറ്റ് ഇസ് ഡീകോഡ് ചെയ്തെടുക്കുന്നു. അതാണ് ഞാൻ വേർഡ് മീനിങ് ആട്ടോ പറയുന്നത്, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കേൾക്കുന്ന ആൾക്ക് റിസീവർ എൻഡിൽ അത് മനസ്സിലാകണം അല്ലെ. ഞാൻ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് 10th ബാച്ചിൽ ഒരു കുട്ടിയുണ്ട്, അത് കാസർഗോഡാണ് അതിന്റെ വീട്, മലയാളം അറിയില്ല, കുട്ടിക്ക് കന്നഡയാണ് അറിയുള്ളൂ ശരിക്കും. പക്ഷെ ആള് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നമ്മളുമായിട്ട് മെർജ് ആവാനായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വൺസ് ഇൻ എ വീക്കാണ് ക്ലാസ്സിൽ ചെല്ലുന്നത്, പക്ഷെ ക്ലാസ്സിലെ കുട്ടികളും ഇതും തമ്മിൽ ഭയങ്കര കണക്ഷൻ ആണല്ലോ. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ മറ്റു കുട്ടികൾ എനിക്ക് മനസ്സിലാക്കി തരും. അത് സ്ട്രഗിൾ ചെയ്ത് മലയാളം പറയുമ്പോൾ പലപ്പോഴും ഗ്രാമർ വൊക്കാബുലറി ഒക്കെ മാറിപ്പോയി ഉദ്ദേശിക്കുന്ന മീനിങ് ആവില്ല ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മറ്റു കുട്ടികൾക്ക് അറിയാം, കാരണം അത്രയും അതുമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് അതെന്താ ഉദ്ദേശിക്കുന്നുള്ളത്, അതായത് ലാംഗ്വേജ് ഓഫ് ഹേർട്ട് എന്നൊക്കെ പറയില്ലേ അദ്ദേഹത്തിന്റെ ഭാഷ, അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ദാറ്റ് ഇസ് അവര് ഡീകോഡ് ചെയ്യുവാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അതാണ് ഡീകോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അപർണ മിസ്സിനോടൊന്ന് പറയാം, കാരണം നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ എടുത്ത ടോപ്പിക് ആണല്ലോ, ക്വസ്റ്റ്യൻസ് ഉള്ളത് ഞാനല്ലേ, അപ്പൊ ടീച്ചർ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ടീച്ചർക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് അവർക്ക് പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇതെന്നാ നേരത്തെ പറയുവാണെങ്കിൽ ഞാനൊന്ന് നോക്കി വെച്ചേനെ ടീച്ചറോട് ചോദിച്ചിട്ട്. ഒരു ബാച്ചിലും എടുക്കാത്ത ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ഏതോ ബാച്ചിൽ മാത്രം 1 or 2 ചാപ്റ്റേഴ്സ് ഞാൻ തൊട്ടിട്ടുള്ളൂ, പിന്നെയാണ് ഇത് എടുത്തിട്ടേ ഇല്ല. ജസ്റ്റ് കണ്ടന്റ് എന്താണെന്ന് അറിയാമെന്നല്ലാതെ ഡീപ്ലി ഞാൻ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മൺഡേ ഒരു സെഷൻ വേണമെങ്കിൽ ചെയ്യാനായിട്ട് മാമിനോട് പറയാം. മൺഡേ അശ്വതി മിസ്സിന്റെ ക്ലാസ് ഉണ്ട് മാം. എത്ര നേരം ഉണ്ട്? 1 മണിക്കൂറാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 11:30 തൊട്ട് 12:30. നൈറ്റ് മിസ്സിന് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഈ കമ്മ്യൂണിക്കേഷനിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ബേസ്ഡും ഡിസ്കസ് ബേസ്ഡും ഇപ്പൊ ടേം 2-നും ഉണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റിലും ഉണ്ട്. പിന്നെ അപർണ മിസ്സിനോട് ജസ്റ്റ് ചോദിച്ചപ്പോ മാം പറഞ്ഞത് പുറത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു മിസ്സിന്റെ സെക്ഷനിൽ. ആണോ? ഞാൻ മാമിനെ ഇൻഫോം ചെയ്യാം, എന്നിട്ട് ആളെന്താന്ന് വെച്ചാൽ പറയട്ടെ. ഓക്കെ, ഒരു റിവിഷൻ ക്ലാസ് ചോദിച്ചിട്ടുണ്ട് മാം, പക്ഷെ മിസ് ഇതായതുകൊണ്ട് എമർജൻസിയിലായതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ, നാളെ ചിലപ്പോ കാണുമായിരിക്കും, അപ്പൊ ഞാൻ പറയാം. പിന്നെ ലൈക്ക് അടുത്തത് ഫസ്റ്റ് പാർട്ടൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള സബ്ജക്ട് അത് ഓക്കെയാണ്. പിന്നെ സെക്കൻഡ് വൺ ആതിര മിസ് ഓൾറെഡി എടുത്തു, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. തേർഡ് പാർട്ടിൽ നിന്നാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അവിടെ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. കുട്ടികളുടെ ലേണിംഗ് ഡെവലപ്മെന്റ് നടക്കുന്നത് അവർ സെൻസിറ്റീവ് ടു മൈന്യൂട്ട് ഒബ്ജക്ട്, സെൻസിറ്റീവ് ടു അവർ സെൻസസ് യൂസ് ചെയ്ത് പഠിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, നിങ്ങളെല്ലാരും ക്ലാസ് എടുത്തൊരു ടോപ്പിക് ആയിരുന്നല്ലോ അത്, അതുകൊണ്ട് എല്ലാവർക്കും നല്ല കാര്യം. അബ്സോർബൻ മൈൻഡിന്റെ കാര്യം പറഞ്ഞു, അത് നമ്മളിവിടെ നീനി പറഞ്ഞപ്പോ നമ്മൾ ഒന്നുകൂടെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 to 3 years, നമ്മൾ 3 to 6 ബർത്ത് തുടങ്ങി 6 years വരെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു 0 to 3 years അൺകോൺഷ്യസ് മൈൻഡും അത് കഴിയുമ്പോൾ കോൺഷ്യസ് മൈൻഡുമായിട്ട് മാറുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് അബ്സോർബൻ മൈൻഡ്. അപ്പൊ ഇനീഷ്യലി അബ്സോർബൻ മൈൻഡ് എന്നുള്ളത് അത് കഴിയുമ്പോൾ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയും. അതായത് ഇനീഷ്യലി അവർ എന്തും വിശ്വസിക്കും, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പക്ഷെ ഒരു 3 years ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റില്ല, അവരങ്ങനെ വിശ്വസിക്കില്ല. കാരണം അവർ അനലൈസ് ചെയ്യും, അത് ശരിയാണോ എന്ന് അവർ അനലൈസ് ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ പറ്റിക്കേണ്ട ആ ഒരു ലെവലിലേക്ക് അവരുടെ മൈൻഡ് മാറും. അത്രയേ ഉള്ളൂ. 4th യൂണിറ്റിൽ ആ സെൽഫ് കൺസ്ട്രക്ഷനിൽ ഏജ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഫ്രം മൈ സൈഡ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ അത് വന്നു എന്നുള്ളത് അതിനെ വിട്ടേക്കും. ഏജ് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യനും അതിൽ നിന്ന് ഇട്ടില്ല.
കാരണം നമുക്കത് ജനറലി പറയാനേ പറ്റുള്ളൂ. എല്ലാ കുട്ടികളിലും ഡെവലപ്മെന്റ് ആ ഒരു പാറ്റേണിൽ തന്നെ പോകണമെന്നില്ല. പിന്നെ ഒത്തിരി ഡീവിയേറ്റഡ് ആണെങ്കിലാണ് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാനും ഒക്കെ തെറാപ്പികൾക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകുള്ളൂ. സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. കോഴ്സിനെ കുറിച്ച് പേടിക്കണ്ട, നിങ്ങൾ കേട്ടിട്ടുള്ള കോഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. പിന്നെ എന്താ പറയാ, ലാസ്റ്റ് മൊമെന്റിൽ ഓടിച്ചാടി ഈ ടെക്സ്റ്റ് വെറുതെ വായിച്ച സമയം കളയേണ്ട. കാരണം നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കുറച്ച് കണ്ടന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ആ രീതിയിൽ സെഷൻ പോയത്. ഓക്കെ, സോ എക്സാമിന്റെ ടൈമിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ആ ഒരു ടൈമിൽ ഒരു മെസ്സേജ് ഇട്ട്, ഞാൻ ലൈവ് ആയിരിക്കും, കാരണം ഞാൻ ഫോൺ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ ചില ക്ലാസ്സിലായിരിക്കും, എന്നാലും എനിക്ക് ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സാം നടത്തുന്ന സമയത്ത് ഇൻവിജിലേറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനോ പറ്റും. 15-നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നേ? അതെ മാം, 15. പിന്നെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടെൻഷനോട് കൂടി ഒന്നും ചെയ്യരുത്. കാരണം നമ്മൾ ഈ ടച്ച് ആയതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് അല്ലേ നമ്മളുടെ സ്ക്രീൻ. നമ്മൾ ചിലപ്പോൾ ആൻസർ ഓപ്ഷൻ ടച്ച് ചെയ്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആൻസർ ഓപ്ഷൻ മാറി പോകാതെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ 10-20 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾക്ക് എക്സാം കഴിയും. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയും. ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. പിന്നെ ടേം എക്സാം എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് എക്സാം നടത്തുന്ന രീതി അറിയാലോ. ചിലപ്പോൾ 2 ഹോൾ ഉണ്ടായിരിക്കും. ഓരോ ഹോളിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ആയിരിക്കും വരിക. ക്വസ്റ്റ്യൻസ് സെയിം ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ഹോൾ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ ഹോളിലും ഓരോ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. ഈ സാറുമാർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. മറ്റേ ഹോളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഹോളിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സാർ കാണില്ല സബ്മിറ്റ് ആയോ ഇല്ല എന്നുള്ളത്. അങ്ങനെ സബ്മിറ്റ് ആയി എന്ന് കൺഫേം അറിഞ്ഞതിന് ശേഷം മാത്രം ലീവ് ചെയ്യാം. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇതൊക്കെ വരാം. കാരണം ഒക്ടോബർ പകുതി കഴിയുമ്പോഴേക്ക് തുലാമാസത്തിന്റെ ആ ഒരു മഴ സമയമാണെന്ന് തോന്നുന്നു, ഇടിയും മിന്നലും മഴയില്ലേ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡു വെൽ, നല്ലപോലെ ചെയ്യാം. ടെൻഷനൊന്നും വേണ്ട, അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇത് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ മാനുവലി എഴുതുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴേ തുടങ്ങി പുറപ്രദേശം പാലക്കാട് ഇവിടെയാണ്. ഓക്കെ, ഡി മഴ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നതാണ്. അപ്പൊ അത് വായിച്ചിട്ടാണ് അതിനെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. സംടൈംസ് ഓട്ടോ കറക്ഷൻ നടന്ന് ചില വേർഡ്സിന്റെ സ്പെല്ലിംഗ് ഒക്കെ മാറാം, അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോ നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യും. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടാണ് കൺഫേം ചെയ്യുന്നത്. എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആ ഒരു ആക്യുറസിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞാനും എല്ലാം എഴുതി ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ഞാനും ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം കോൺസെൻട്രേഷനോട് കൂടി അത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യും. അങ്ങനെ പ്രോബ്ലം ഒന്നും വരില്ല. നമ്മൾ അത് പേടിക്കണം. നമ്മുടെ നെറ്റ്വർക്ക് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ സംടൈംസ് ഒരു ഫോൺ, നമുക്ക് ചിലപ്പോൾ ഒരു ഫോൺ ആയിരിക്കും അവൈലബിൾ. അപ്പൊ നമുക്ക് ഗൂഗിൾ മീറ്റും ഓൺ ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കും ഓപ്പൺ ചെയ്യണം. രണ്ടും നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്നായിരിക്കും. എന്നാലും കുഴപ്പമുണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഗൂഗിൾ മീറ്റ് നമ്മുടെ ഫോണിൽ റൈറ്റ് സൈഡ് കോർണറിൽ താഴെ വന്ന് മിനിമൈസ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. മ്യൂട്ട് ചെയ്ത് വെക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെറ്റ്വർക്ക് നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തൊക്കെ തന്നെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡു വെൽ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് പി ജിയുടെ കാര്യം തുടങ്ങാം. പിന്നെ എക്സാം നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വൈവ ഇല്ലാന്ന് തോന്നുന്നു. എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി വൈവ വരുന്നത്. പക്ഷെ എന്നാലും ഡിലേ ആക്കരുത്. കാരണം കഴിഞ്ഞ ദിവസം വൈവ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ 2 പേർക്ക് വേണ്ടി ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കും. അത് അപർണാവസിന്റെ സ്ലോട്ടായിരുന്നു. എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സും ഈ വൈവയും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുമായിരുന്നു. അപ്പം അത് ഇച്ചിരി വിഷമം ഉണ്ടാക്കി. 2 പേര് അറ്റൻഡ് ചെയ്തില്ല. പി ജിയുടെ സെഷൻ ഏതാ
മോനിഷ പറഞ്ഞു കുട്ടി മാമിനെ കോണ്ടാക്ട് ചെയ്യാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്കൊരു ഡൗട്ട് ആയിരുന്നു. അവൾക്ക് ഇപ്പോ വൈവ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് വൈവ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് മാമിനെ 2-3 പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തും കിട്ടിയില്ല എന്ന് പറഞ്ഞു. കോണ്ടാക്ട് ചെയ്തിരുന്നേ മോനിഷയോട് സംസാരിച്ചിരുന്നു. ഞാൻ നാളെ ഒരു മറുപടി കൊടുക്കാന്ന് പറഞ്ഞു. കാരണം എനിക്ക് നാളെ ഓഫീസിൽ പോകുന്നുണ്ട്. പ്രസിദ്ധ മാമിനോട് ചോദിച്ചിട്ട് എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്ക് വൈവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസൈൻ ടൈമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഡേറ്റ് മാറ്റി മാറ്റി കൊടുക്കാൻ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞൊരു ബെഡിൽ കിടന്ന് വൈവ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ പിന്നെ നമ്മള് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിട്ട് പോലും അവർ എക്സ്ക്യൂസ് ചോദിച്ചിട്ടില്ല. സർജറി നടത്തുന്ന കാലും കൈയും അനക്കാൻ വയ്യാതെ ബെഡിൽ കിടന്ന് അറ്റൻഡ് ചെയ്തൊരു കുട്ടിയുണ്ട്. ഒരിക്കൽ പോലും ആ കുട്ടി ഞാൻ വൈവയ്ക്ക് കയറുമ്പോഴാണ് അറിയണേ കക്ഷി ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഒന്ന് ഭേദമായിട്ട് ആയാൽ മതി. ഈ 76 ഭേദമായിട്ട് ഇല്ല എന്തായാലും ഞാൻ അറ്റൻഡ് ചെയ്യണുള്ളൂ. അങ്ങനെ എല്ലാം വെച്ചിട്ട് ബെഡിൽ കിടക്കുക. ആൾക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല. ബാക്ക് ഒക്കെ പ്രോബ്ലം ഈ സർജറി കഴിഞ്ഞത്. അത് നല്ല വിഷമം തോന്നി. അങ്ങനെ പോലും അവർ എക്സ്ക്യൂസ് ചോദിച്ചിട്ടില്ല. നമ്മള് അങ്ങനെ എല്ലാവർക്കും ഒരേപോലുള്ള ഫെസിലിറ്റി ആണല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാളെ നമുക്ക് പ്രിവിലേജ് കൊടുക്കുക അതൊന്നും പറ്റില്ല. ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ ചിലരും വളരെ ജെനുവിനായിട്ട് പറഞ്ഞു അടുത്ത ബാച്ചിന്റെ കൂടിയാണ് ഞാൻ എക്സാം എഴുതുന്നത്. അപ്പൊ അവര് പിന്നെ വൈവാപ്പ് അറ്റൻഡ് ചെയ്താൽ മതിയല്ലോ. വർക്കുകൾ കംപ്ലീറ്റ് ആകില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ. ഞാനും ഹോസ്പിറ്റലിലായിരിക്കും മാം. 15-ാം തീയതി എനിക്ക് അഡ്മിറ്റ് ആവണം. ഷിബില നിങ്ങളുടെ ബാച്ചിലെ ഷിബിലെ നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ എക്സാം എഴുതുന്നു. പക്ഷെ ഷിബില വൈവ് അറ്റൻഡ് ചെയ്തു. ഷിബിലയുടെ ഡെലിവറി ഡേറ്റ് ഞാനിപ്പോ എഴുതുന്നുണ്ട്. ഞാൻ സാറിനെ വിളിച്ചിരുന്നു. സാറിന് മറ്റേ നമ്മുടെ ഡോക്ടറിന്റെ ഇതെല്ലാം അയച്ചു കൊടുത്തു. സാർ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും എന്ന് പറഞ്ഞു കുഴപ്പമില്ല അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. മാം PGക്ക് ടൈം കിട്ടുമല്ലോ അല്ലേ? അതോർത്തിട്ട് രസന പറഞ്ഞൊരു പേടിയുണ്ട്. PG നമ്മള് തൊട്ടിട്ടില്ല. ഡേറ്റ് ഒന്ന് ചോദിക്കട്ടെ മാമിനോട്. കാരണം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. എനിക്കൊരു സെഷൻ അവർക്ക് കൊടുക്കണം റിവിഷൻ പോലെ. അപ്പൊ അതിനനുസരിച്ച് മാം ഡേറ്റ് സെറ്റ് ചെയ്തു. ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എക്സാമിന്റെ ഡേറ്റ്. സാധാരണ മെയിൻ എക്സാം കഴിഞ്ഞ് ഡിപ്ലോമ കോമൺ എക്സാം കഴിയുമ്പോൾ 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ തന്നെ PGയുടെ ടൈം ടേബിൾ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. Thank you, ഒരു സെക്കൻഡ്. ജോളി പറയൂ. നമുക്ക് 100 മാർക്കിന്റെ അസൈൻമെന്റ് ഉണ്ടല്ലോ, 10 അസൈൻമെന്റ് ചെയ്യാന്. അത് ഓരോന്നായിട്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുകയാണോ? 100 മാർക്കിന്റെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണോ സബ്മിറ്റ് ചെയ്യണ്ടേ? നമ്മള് 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ്ട. അത് വൈവ ടൈമില് അതിനെ ഫോക്കസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ വൈവ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, ഇപ്പൊ എക്സാം എഴുതുന്നില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ അത് എഴുതി വെച്ചാൽ മാത്രം മതിയോ? സബ്മിറ്റ് ചെയ്യണ്ടേ? എഴുതി വെച്ചാൽ മതി, സബ്മിറ്റ് ചെയ്യണ്ട. വൈവ ടൈമിൽ അത് വാല്യൂ ചെയ്യും. ഓ അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസിന് ആൻസർ ജിഷ മിസ്സിന്റെ അസൈൻമെന്റ് ബുക്കിൽ തന്നെ ഞാനത് എഴുതി വെക്കണം. സബ്മിറ്റ് ചെയ്യേണ്ട. വൈവ ടൈമില് ആരെടുത്താന്ന് വെച്ചാൽ അവര് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ കാണിച്ചു കൊടുക്കുക. മാത്രമല്ല നമ്മളോട് ചിലപ്പോ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറയും. ഫോർ എക്സാമ്പിൾ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടീച്ചറെ കുറിച്ച് ബ്രീഫ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യുക. അതെ. പിന്നെ ജയദേവ് സാറിന്റെ അസൈൻമെന്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും 2 ഇട്ടിട്ടുണ്ട്. പിന്നെ 2ലും കൂടെ നമ്മൾ 1 സബ്മിറ്റ് ചെയ്തു, അതിന് മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേത് ചെയ്യണ്ടല്ലോ? വേണ്ട, ഇനി നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ അസൈൻമെന്റിനകത്ത് ഇങ്ങനെ 2 കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? തന്നതായിരുന്നു. വേണ്ട പറഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്താൽ മതി പറഞ്ഞിട്ട് മലയാളത്തിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ 2 കൂടെ ചേർത്ത് തന്നെ ഒരെണ്ണം എഴുതി, മാർക്കും കിട്ടി.
രണ്ടും മലയാളത്തിനും ഇംഗ്ലീഷിനും കൂടെ ചേർത്ത് കിട്ടത്തക്ക രീതിയിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അവർക്ക് മലയാളം എന്നോട് അവിടുത്തെ അസൈൻമെന്റ് സെക്ഷൻ മാം പറഞ്ഞു നമുക്ക് മലയാളമായിരുന്നു താല്പര്യം, പിന്നെ മാമിന് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവരങ്ങ് സ്വീകരിക്കട്ടെ എന്ന് വെച്ചാൽ രണ്ടും കൂടെ മിങ്കിളാക്കി അങ്ങോട്ട് ഒരു അസൈൻമെന്റ് ആക്കി തന്നെ വിട്ടു. അങ്ങനെ എനിക്ക് മാർക്കും കിട്ടി. പിന്നെ ഇപ്പൊ ഞാൻ അന്നേരം ഇനി മലയാളത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ പിന്നെ ഞാൻ ക്ലാസ്സിലെ ടീച്ചേഴ്സിനോടെല്ലാം ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ PR-ഓട് പറഞ്ഞു, PR-ഓട് എപ്പോഴും ടൈം പറഞ്ഞാൽ മതിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ജയദേവ് സാറിനെ ഇൻഫോം ചെയ്യോ അങ്ങനെയൊന്നും വേണ്ടല്ലോ? വേണ്ട വേണ്ട. അസൈൻമെന്റ് ഇനിയിപ്പോ ഞാനാണ് എല്ലാം അതിന്റെ നോക്കുന്നത്, പിന്നെ അത് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, miss. Thank you, ma'am. Okay, ma'am. Thank you. യു ഹാവ് ദ പൊട്ടൻഷ്യൽ റിസ്ന. എല്ലാവർക്കും ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടല്ലേ. ഞാനൊന്ന് ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ഒരു തിരി കത്തിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അത് നല്ലൊരു ശ്രമമായി. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ളത് ഇനി പുറത്തേക്ക് വന്നു. നമുക്കേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അവർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചിങ് ഫീൽഡ്. പക്ഷെ ഞാൻ ഇങ്ങനെ അതിലെത്തുമ്പോഴും ഡിഗ്രി മാത്രമേ ഉള്ളല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തില്ല എന്ന് ഒരു ഡെഡ് എൻഡായി കിടക്കുന്ന ടൈമിലാണ് എന്റെ ഹസ്ബൻഡിന്റെ ഫോണില് മാട്രിയുടെ പരസ്യം വന്ന് ആളെനിക്ക് ഫോർവേഡ് ചെയ്തെന്ന്. അന്ന് തന്നെ ഞാൻ നമ്മുടെ ജസീറ മാമിനെ കോണ്ടാക്ട് ചെയ്ത് അതിലുള്ള വേറെ ആരെയോ കോണ്ടാക്ട് ചെയ്തേ. എന്നിട്ട് അവര് പിറ്റേ ദിവസം ഞാൻ ജോയിൻ ചെയ്തു. അപ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ 7 ഡേയ്സിന്റെ ക്ലാസ് റെക്കോർഡ് ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്. അന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത്രയും പിള്ളേരോ, ഞാൻ എങ്ങനെ പഠിക്കും, എന്നാരും മൈൻഡ് പോലും ചെയ്യണുണ്ടായിരുന്നില്ല. അപ്പൊ വിചാരിച്ച് ഇതിനി എങ്ങനെ, ഞാനും ചെയ്യണ വർക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അന്ന് ഭയങ്കര ബഹളായിരുന്നല്ലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമില്. അപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ആരെയും കാണിക്കാൻ പറ്റണില്ല, ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പറ്റണില്ല. ഇതൊക്കെ കണ്ടപ്പോ അയ്യോ പോയി എന്നുള്ളൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഫസ്റ്റ് ടൈം ഞാന് നമ്മുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലാണ് ഒന്ന് സംസാരിച്ചത്. അന്ന് മുതല് എനിക്ക് ഉറപ്പാണ്, അന്ന് മുതലാണ് എന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തത്. കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തതും ഒക്കെ എനിക്ക് സ്മാർട്ട് ശ്രീ കാരനാണ്. ജിഷ മാമും എനിക്ക് ഒരിക്കലും നമ്മുടെ PGയുടെ ക്ലാസ് കിട്ടും, അതൊരിക്കലും ഞാൻ മാമിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ക്ലാസ് എടുത്തത് നമ്മുടെ 14 പ്രിൻസിപ്പിൾസ്. അതാണ് എന്റെ ഉള്ളിലുള്ള എന്താ പറയാ, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കിയൊരു ആയിരുന്നു അത്. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാനൊരു ടീച്ചറായി. എന്റെ സ്വപ്നം അതിന് ശരിക്കും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ കിച്ചണിലായിരിക്കും. ഒരിക്കലും വരില്ല, പുറത്തെത്തുമായിരുന്നു. വളർത്തുന്ന മനഃശാസ്ത്രം അതാണ്. നമ്മളും വളരുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരെ വളർത്തുന്നു. അന്ന് രസ്നയ്ക്ക് കിട്ടിയ അപ്രീസിയേഷൻ ശരിക്കും കടലിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് കിട്ടിയ ഒരു അപ്രീസിയേഷൻ രസ്നെ എവിടെ കൊണ്ടെത്തിച്ചു അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളർത്തുന്ന മനഃശാസ്ത്രമാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ചെയ്തത് നിങ്ങൾ എല്ലാവരും കഴിയുമ്പോൾ ഒന്ന് പോയി ചെയ്തൊന്ന് നോക്കൂ. ഇത് അത്രയേ ഉള്ളൂ. നമ്മളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളുടെ പേരെഴുതുക. 5 സുഹൃത്തുക്കൾക്ക് നമ്മൾ 10 മാർക്ക് ഇടുക. മാർക്ക് ഇട്ടതിന് ശേഷം അതിന്റെ ആവറേജ് ടോട്ടലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര മാർക്ക് കിട്ടുന്നു നോക്ക്. അതെ, ആ കിട്ടുന്ന മാർക്ക് എന്താന്ന് ഞാനിപ്പോ പറയില്ല, പിന്നീട് പറയാം. അതൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ മനസ്സിലാകും നമ്മൾ വളർത്തുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്ന് വളരാൻ കാരണം ഇവരൊക്കെയാണോ എന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും നമുക്ക് വേണ്ടത് അങ്ങനെയാണ്, വളർത്തുന്നവരെയാണ് വേണ്ടത്, തളർത്തുന്നവരെയല്ല. ചില ബാച്ചുകളിൽ നിന്നൊക്കെ ഭയങ്കര കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അതായത് ഡീവിയേഷൻ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ നോർമലൈസ്ഡ് ആക്കാൻ വേണ്ടി ചില ആക്ടിവിറ്റീസ് അവർക്ക് കൊടുത്തപ്പോ ജസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റി ഒന്ന് കൊടുത്തതാണ്.
അതിൽ 10 മാർക്ക് ആവറേജ് എടുത്തപ്പോ 10 മാർക്ക് കിട്ടിയവരുണ്ട്, 9 പോയിന്റ് സംതിങ് കിട്ടിയവരുണ്ട്, 8 പോയിന്റ് സംതിങ് കിട്ടിയവരുണ്ട്. 8ന് താഴേക്ക് കിട്ടിയവരൊന്നും ഞാൻ ചോദിച്ചില്ല. ആരാ എന്താണെന്ന് ചോദിച്ചില്ല. ജസ്റ്റ് 10 കിട്ടിയവരുണ്ടോ, 9നും 10നും ഇടയ്ക്കുള്ളവരുണ്ടോ, 8നും 9നും ഇടയ്ക്കുള്ളവരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തി. അതിലെ താഴേക്കുള്ള മാർക്ക് ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ കിട്ടിയ മാർക്ക് എന്താന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. നിങ്ങൾ ചെയ്ത് നോക്കൂ, ആ മാർക്ക് എന്താന്ന് ഞാൻ പിന്നീട് പറയാം. നമ്മള് ചിലപ്പോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഫ്രണ്ട്സിന്റെ ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ വരുമ്പോ എന്നാ അവൾക്ക് ഇരിക്കട്ടെ, കുറച്ച് മാർക്ക് അങ്ങ് കുറച്ചേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കുറയ്ക്കും. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കും. എനിക്കൊന്ന് മെസ്സേജ് ഇടും, എനിക്ക് ഇത്ര മാർക്കാണ് കിട്ടിയത്, അപ്പൊ ഞാൻ പറയാം മാർക്ക് എന്താന്നുള്ളത്. ഓക്കെ, വളർത്തുന്ന ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. അതായത് ഹെൽത്തി റിലേഷൻഷിപ്പ്. ടോക്സിക് ആയിട്ടുള്ളത് നമുക്ക് ഒഴിവാക്കാൻ തന്നെ വേണം, അതിന് യാതൊരു മടിയും വേണം. അതെ, നമ്മളെ വളർത്താൻ അതേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സന്തോഷം ഇതൊക്കെ കേട്ടപ്പോഴേക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. മോന് വേണ്ടിട്ട് ആരായിരുന്നു ഇന്നലെ വന്നത്? ഞാൻ മറന്നുപോയില്ല പേര്. വൈവിക്ക് വന്നത് മോന് വേണ്ടിയിട്ടാണ്. ആ മോനിലാണ് അപ്ലൈ ചെയ്തത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്തിനാ പോണേ, കാരണം എല്ലാം മോനിൽ അപ്ലൈ ചെയ്ത് മോനിൽ അത്രയും റിസൾട്ട് വന്നു. 1.5 വയസ്സുള്ള മോൻ ഇതൊക്കെ ചെയ്യുമോ എന്ന് എല്ലാരും ചോദിച്ചതാണ്. ഏറ്റവും വലിയ റിവാർഡ്. 1.5 വയസ്സായ കുട്ടി ഇതൊക്കെ ചെയ്യൂ. കാരണം അവൻ ചെയ്യാൻ കാരണം അമ്മ അവന് വേണ്ടിയിട്ട് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞു, അതിലൂടെ അവനെ കൊണ്ടുപോയി. ആളുടെ പേര് അമ്മ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ക്ലാസ് കാണുന്ന ഒരാള്. വൈവയ്ക്ക് ഒന്ന് സംസാരിച്ചാണേ. ശ്വേതയാന്ന് തോന്നുന്നു. യെസ്, ശ്വേത. ഓക്കെ, ബൈ. ബൈ മാം. താങ്ക് യു മാം. ഞാൻ പോയിട്ടില്ല, എല്ലാരെയും വിട്ടിട്ടേ പോവുള്ള. അത് എല്ലാ ക്ലാസ്സിലും ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അടുത്തുണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് പോവാ. പിന്നെ ആരെങ്കിലും വന്ന് വിളിക്കുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോവാറ്. മറ്റേത് എല്ലാരും ഒന്ന് പോയി കഴിയുമ്പോഴേ പോവാറുള്ളൂ. വീട്ടിലെ ക്ലാസ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് കയറാൻ വേറെ ടീച്ചർ ചിലപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കറക്റ്റ് ടൈമിൽ ലീവ് ആവുന്നത്. അതെ, നമ്മുടെ കോമ്യൂണിക്കേഷൻ ഡേ ഏത് ടൈമിലാണ് വരുന്നത്? എന്താണ്? ഓക്കെ, എനിക്ക് വരാനുള്ള ഇങ്ങനെ ടെൻഷൻ കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാമിനെ കാണണം എന്നുള്ള ഒറ്റൊരുതിലാണ്. ബാക്കി എല്ലാ മാമന്മാരെയും കാണാം, പക്ഷെ എസ്പെഷ്യലി മാം അതിനോട് എനിക്ക് മാമിനെ കാണണം എന്നും മാം എന്നെ കാണണം എന്നും പറഞ്ഞിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വൈവ നമുക്ക് ഡിലേ ആകുമ്പോഴാണ്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒരാളുടെ മാത്രമായിട്ട് ഈ ഡേറ്റാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. മാർക്കുകൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തത് ഫുൾ സൈൻ ചെയ്ത് വരണ്ടേ സർട്ടിഫിക്കറ്റ്. പലപ്പോഴും ഇത് ഡിലേ ആയിട്ട് വേണ്ടത്ത് പോകണം ഇത് സർട്ടിഫൈ ചെയ്ത് വരാനായിട്ട്. ഇത്രയും പേരുടെ ഡേറ്റാസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാള് കൊറിയർ ചെയ്താൽ നമുക്ക് തിരിച്ചു വരുന്നത്. അതിന് സമയം കിട്ടാതെ വന്നപ്പോ നേരിട്ട് പോയി കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ദിവസത്തെ പണിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടിക്കരുതല്ലോ നമ്മുടെ സ്റ്റാഫിനെ. എല്ലാവരും കൂടി ചേർന്നൊരു ടീം വർക്ക് അല്ലേ. അതുകൊണ്ട് നേരത്തെ ചെയ്തെല്ലാം നമ്മൾ സോർട്ട് ചെയ്ത് വെക്കും. റീചെക്ക് ചെയ്ത് എല്ലാം സോർട്ട് ചെയ്ത് വെക്കും. നമുക്ക് കാരണം കോൺവെക്കേഷന്റെ ഡേറ്റ് നിങ്ങൾക്ക് നേരത്തെ തരുമല്ലോ. അപ്പൊ ആ ഡേറ്റിന് 1 വീക്ക് മുമ്പ് നമ്മൾ ഇത് ചെയ്ത് വെക്കും. അതുപോലെ ഒരു കാര്യമുണ്ട്, നമുക്ക് ID ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. IDന്റെ ഒരു സംഭവം നമുക്ക് അയച്ചു തന്നിട്ട് പിന്നെ അത് അതേമാതിരി ഒരു ഇമെയിൽ IDയിലേക്ക് അയക്കാം. അത് ഇപ്പൊ എക്സാമിന് മുമ്പ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അതെങ്ങനെയാണ് IDന്റേത്? ആ ഡീറ്റെയിൽസ് അവർക്കായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും.
ഞാൻ നാളെ വേണമെങ്കിൽ പോകുമ്പോൾ ചോദിക്കാം. പക്ഷെ എന്നാലും PRA ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ നാളെ ഞാൻ ചോദിച്ചോളാം. ശരി മാം, ഗുഡ് നൈറ്റ്. അട്ടിന്റെ അടുത്ത് നിന്ന് കിട്ടുമോ? അസൈൻമെന്റ് ഇനിയും ഉണ്ട്. ഹാപ്പിയസ്റ്റ് മൊമെന്റ് അത് മാമിന്റെ അസൈൻമെന്റ് ഉണ്ട്. പിന്നെ PG യുടെ അസൈൻമെന്റ് അതൊക്കെ ഇപ്പൊ സബ്മിറ്റ് ചെയ്യണോ അതോ പിന്നെ മതിയോ? ഏതും എഴുതി കൈവച്ചാൽ മതിയോ? ജൂലി, ആ 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് മാത്രമാണ് സബ്മിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. കാരണം അത് കുറെ ഉണ്ടാവുമല്ലോ. അല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ വന്നതെല്ലാം ചെയ്ത തന്നെ അനുസരിച്ച് സബ്മിറ്റ് ചെയ്തോളൂ. ഡ്യൂ ഡേറ്റ് ഒന്നുമില്ല. സബ്മിറ്റ് ചെയ്ത് വെച്ചോളൂ. സെക്കൻഡ് കിട്ടുന്നതിനനുസരിച്ച് ഞാനത് നോക്കിക്കോളാം. ഓക്കെ താങ്ക് യു മാം. ബൈ.